സപ്തകാണിചി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. അനർപ്പിതചരീം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരദസുന്ദരദ്യുതി കഥം വസന്തീപിതഃ സദാ ഹൃദയകന്തരേ സുരതീവാ സച്ചിനന്ദനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് ഭാഗവതമാണ് അല്ലേ? അപ്പൊ ആദ്യം 2 പേർക്ക് ഈ ശ്ലോകം ചൊല്ലാം കേട്ടോ. നമുക്ക് എപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഏത് ലെസൺ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. അപ്പൊ കുറച്ചും കൂടി നമുക്കത് ബൈഹാർട്ടാകും. ആര് ചൊല്ലുന്നു? അപ്പൊ ഉഷമാതാജി ആദ്യം ചൊല്ലൂ. പിന്നെ പറഞ്ഞ ആരായിരുന്നു? ഞാൻ കണ്ടില്ല ആരാന്ന്. ഹരേ കൃഷ്ണ മാതാജി. ജയശ്രീ. ഓക്കെ. അപ്പൊ ആദ്യം ഉഷമാതാജി, പിന്നെ ജയശ്രീ മാതാജി പറയട്ടെ. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ മാതാജി. 2ാമത്തെ ശ്ലോകം തൊട്ടല്ലേ ചൊല്ലണ്ടേ? അല്ല, ഇത് ഭാഗവതമാണ്. നമ്മള് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകം. അതെ, നമ്മൾ ഇപ്പോഴും അതിന്റെ പർപ്പോട്ടുകൾ വായിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധ അഥ പ്രഥമോ അധ്യായഃ. ഹരിശ്രീ ഗണപതയേ നമഃ. ജന്മാദ്യസ്യ യതോ അന്വയാദിതരതസ്വാർത്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യസ്സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാപ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നന്നായിട്ട് ചൊല്ലി. ശ്ലോകം മാതാജി. മതി ഒന്ന് ആദ്യത്തെ. നീ ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ.
ദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യതോ അന്വയാത് ഇതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത് സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഇനി ആർക്കെങ്കിലും ചൊല്ലണം എന്നുണ്ടെങ്കിൽ ചൊല്ലാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി അപ്പൊ നമ്മൾക്ക് ഈ ഇത് വായിക്കാം അല്ലേ? നമ്മൾ ഭാവാർത്ഥം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഏത് പാരഗ്രാഫാണ്? അല്ല, എന്റെ ബുക്കില് സർവശ്രുതി മന്ത്രങ്ങളിലും തുടങ്ങുന്ന. അത് തന്നെ നമ്മള് ഈ ഭഗവത്ഗീത 4.7 യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് പറഞ്ഞിടം വരെ നിർത്തി അല്ലെ? ഇനി സുപ്രീം ലോർഡ് ഇസ് ഓൾ പെർഫെക്റ്റ്, ഇസ് കൺഫേംഡ് ഇൻ ഓൾ ശ്രുതി മന്ത്രാസ്. അവിടം തൊട്ട് ആരാ വായിക്കുന്ന ആദ്യം? ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോട്ടോ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സർവശ്രുതി മന്ത്രങ്ങളിലും ഭഗവാൻ പരിപൂർണനാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിപൂർണനായ പരമദിവ്യോത്തമ പുരുഷൻ ഭൗതിക വസ്തുവിന്മേൽ ദൃഷ്ടി പതിപ്പിക്കുന്നതിലൂടെ സമസ്ത ജീവാത്മാക്കളുടെയും സൃഷ്ടിച്ചുവെന്ന് ശ്രുതിമന്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. സർവ ജീവസത്തുക്കളും ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാകുന്നു. ബൃഹത്തായ ഭൗതിക സൃഷ്ടിയെ ആത്മീയ സ്ഫുല്ലിംഗ ബീജങ്ങളാൽ ഭഗവാൻ പൂരിതമാക്കുന്നു. അങ്ങനെ നിരവധി അത്ഭുതകരങ്ങളായ സൃഷ്ടികളുടെ നിർവഹണത്തിനായി സർവാത്മക ശക്തികൾ പ്രവർത്തനനിരതമാക്കപ്പെടുന്നു. ഭഗവാൻ ഒരു ഘടികാര നിർമ്മാതാവിനേക്കാൾ ഒട്ടും വിദഗ്ധനല്ലെന്ന് നാസ്തികർ വാദിച്ചേക്കാം. എന്നാൽ സ്ത്രീ പുരുഷ രൂപ ദ്വയങ്ങളായി ഭഗവാൻ യന്ത്രങ്ങളെ നിർമ്മിക്കുന്നതിനാൽ ഘടികാര നിർമ്മാതാവിനേക്കാൾ തീർച്ചയായും അവിടുന്ന് വിദഗ്ധനാണ്. സ്ത്രീ പുരുഷ രൂപത്തിലുള്ള യന്ത്രങ്ങൾ ഭഗവാന്റെ അനന്തര ശ്രദ്ധ കൂടാതെ തന്നെ വ്യത്യസ്തങ്ങളായ അസംഖ്യം സമാന യന്ത്ര നിർമ്മാണം നിർബാധം തുടരുന്നു. മനുഷ്യ ശ്രദ്ധ കൂടാതെ സ്വയം സമാന യന്ത്രങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന തരം ഒരു കൂട്ടം യന്ത്രങ്ങൾ മനുഷ്യൻ നിർമ്മിക്കുന്നുവെങ്കിൽ അയാളുടെ ബുദ്ധിശക്തി ഭഗവാന്റേതിന് സമീപസ്ഥമാണെന്ന് അഭിപ്രായപ്പെടാം. എന്നാൽ അത് അസാധ്യമാണ്. ഓരോ യന്ത്രവും പ്രത്യേകം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആകയാൽ ആർക്കും ഭഗവാനോളം നല്ലവണ്ണം നിർമ്മാണം നടത്തുക സാധ്യമല്ല. ഭഗവാന്റെ മറ്റൊരു നാമം അസമൗർധ എന്നാണ്. അസമൗർധ എന്നാണ്. ഭഗവാന് സമാനമായോ അതീതനായോ ആരും തന്നെയില്ല എന്നർത്ഥം. തനിക്ക് സമാനമായോ തന്നേക്കാൾ ശ്രേഷ്ഠനായോ ആരുമില്ലാത്തതാരോ അവിടുന്നാണ് പരമസത്യമെന്ന് ശ്രുതിമന്ത്രത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭൗതിക പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് സർവരുടെയും യജമാനനായ ഭഗവാനല്ലാതെ ആരും തന്നെ നിലനിന്നിരുന്നില്ല. വേദവിജ്ഞാനം ബ്രഹ്മദേവന് പകർന്നു നൽകിയ ആ ഭഗവാനെ എല്ലാ വിധത്തിലും അനുസരിക്കണം. ഭൗതിക നൂലാമാലയിൽ നിന്നും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും നിശ്ചയമായും ഭഗവാനെ ശരണം പ്രാപിക്കണമെന്ന് ഭഗവത്ഗീത ദൃഢമായി പ്രസ്താവിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പോഴ് നമ്മൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അല്ലെ, റിലേറ്റീവ് റിയാലിറ്റിയും അബ്സല്യൂട്ട് റിയാലിറ്റിയും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല ഇന്നലെ. ശരിക്കും അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഭഗവാന് അത് അൺചേഞ്ചിങ് ആണ്. എപ്പോഴും ഇറ്റേർണലായിട്ട് ഭഗവാനുണ്ട്. സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പും ഭഗവാനുണ്ട്, സൃഷ്ടി നടന്നപ്പോഴും ഇപ്പോഴും ഭഗവാനുണ്ട്. ഇനി സൃഷ്ടി കഴിഞ്ഞ് എല്ലാം വൈൻഡപ്പ് ചെയ്ത് ഭഗവാന്റെ ഉള്ളിൽ പോകുമ്പോഴും ഭഗവാൻ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതാ ഇറ്റേർണലാണ് ഭഗവാന്. അതിനാണ് അബ്സല്യൂട്ട് റിയാലിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. എന്നാൽ റിലേറ്റീവ് ട്രൂത്ത് അല്ലെങ്കിൽ റിലേറ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത് അത് ചേഞ്ചിങ് ആണ്, അത് ടെമ്പററി ആണ്, ചേഞ്ചിങ് ആണ്. ഈ ഭൗതിക ലോകത്തുള്ളതെല്ലാം റിലേറ്റീവ് ട്രൂത്ത്സ് ആണ്. അത് ഇന്നുണ്ട്, നാളെ ഇല്ല. അതിനാണ് റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക്
ദൃഷ്ടിയിൽ തോന്നുന്നതായിരിക്കില്ല വേറൊരാളുടെ ദൃഷ്ടിയിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ആള് ഭയങ്കര സുന്ദരനാണ് അല്ലെ സുന്ദരിയാണെന്ന് ഒരാൾക്ക് തോന്നിയാല് വേറൊരാൾക്ക് അങ്ങനെ തോന്നണം എന്നില്ല അല്ലെ. അപ്പൊ ഓരോരുത്തവരുടെ പേഴ്സ്പെക്റ്റീവ്, ഓരോരുത്തവരുടെ വീക്ഷണം പോലെ ഇരിക്കും ഒരാളുടെ സൗന്ദര്യ ഇല്ലായ്മയും എല്ലാം അല്ലെ. അതിനെയൊക്കെയാണ് റിലേറ്റീവ് ട്രൂത്ത്സ് എന്ന് പറയുന്നത് അല്ലെ, റിലേറ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോഴ് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റേർണൽ ആണ്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് അൺചേഞ്ചിങ്. പിന്നെ അത് ആത്മീയമാണ്. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്ത് അല്ലെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പരമസത്യം, അതിന് ഒരു ചേഞ്ച് ഇല്ല, അതൊരിക്കലും മാറുന്നില്ല, അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പരമസത്യം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇതെന്താണ്, അത് അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ്, അതാണ് ഏറ്റവും, അതാണ് പരമസത്യം, അതിൻ്റെ അപ്പുറം ഒരു സത്യമില്ല. പിന്നെ അത് ആണ് എല്ലാത്തിൻ്റെയും കാരണം. ആ ട്രൂത്ത്, ആ അബ്സല്യൂട്ട് ട്രൂത്ത്, അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ എന്ന് പറയാം. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ എന്ന് പറയാം. ആ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. പിന്നെ എക്സാമ്പിൾ ഭഗവാന്. പിന്നെ ആത്മാവ്, നമ്മുടെ ആത്മാവ് ഇറ്റേണലാണ്, നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല, നമ്മുടെ ശരീരമേ കൊഴിയുന്നുള്ളൂ, ശരീരമേ മരിക്കുന്നുള്ളൂ. ആ ശരീരം മരിക്കുമ്പോൾ ആത്മാവ് അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേറൊരു ശരീരത്തിൽ കയറുകയാണ് അല്ലെ. അപ്പൊ ആത്മാവ് അതുപോലെ ഇറ്റേർണൽ ആണ്, അതും ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് തന്നെയാണ്. പിന്നെ നമുക്ക് പറയാവുന്നത് കർമ്മം, ലോസ് ഓഫ് കർമ്മ. ഈ കർമ്മ എന്ന് പറയുന്നതിന് കുറെ ലോസ് ഉണ്ട് അല്ലെ. നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതികരണം ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പ്രതികരണമുണ്ട്. അതൊക്കെ ട്രൂത്താണ്, അത് അബ്സല്യൂട്ട് ട്രൂത്താണ്, അതിൽ ഒരു വ്യത്യാസവുമില്ല, അത് പരമസത്യം തന്നെയാണ്. അപ്പൊ കർമ്മ, ലോസ് ഓഫ് കർമ്മ എന്നൊക്കെ പറയുന്ന അബ്സല്യൂട്ട് ട്രൂത്താണ്. പിന്നെ ധർമ്മം എന്ന് വെച്ചാൽ ഭൗതികമായ ധർമ്മമല്ല, സ്പിരിച്വൽ ധർമ്മം. അതെന്താണ്? നമ്മളുടെ അൾട്ടിമേറ്റ് ധർമ്മം എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും ഇറ്റേണൽ സെർവൻസ് ഓഫ് കൃഷ്ണ. അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, അതിന് ചേഞ്ച് ഇല്ല. നമ്മൾ ഏത് ശരീരം എടുത്താലും, ഈ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിൽ പോയാലും അത് റിമെയിൻസ് ദ സെയിം. വി ആർ ഇറ്റേണൽ സെർവൻസ് ഓഫ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരകാലം എല്ലാ പറയുന്ന ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ കാലവും നമ്മൾ ഏത് ശരീരം എടുത്താലും ശരി, എല്ലാ കാലവും നമ്മൾ ഇനി തിരിച്ച് ഗോലോകത്ത് പോയെന്നിരിക്കട്ടെ, ഭഗവാന്റെ അടുത്ത് എത്തിയെന്നിരിക്കട്ടെ, അപ്പോഴും ഇറ്റ് റിമെയിൻസ് ദ സെയിം. എന്താണ്? നമ്മൾ നമ്മൾ ആത്മാവെന്ന് പറയുന്ന ഭഗവാന്റെ ഒരു അംശമാണ്. ആ ഭഗവാന്റെ അംശമായ നമ്മളുടെ എന്താണ് ഡ്യൂട്ടി? നമ്മുടെ ധർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ സെർവൻസ് ആൻഡ് ഹീ ഈസ് ദ മാസ്റ്റർ അല്ലേ. അപ്പം ആ മാസ്റ്ററിനെ, ഇപ്പൊ ഒരു സെർവൻറ്റിനെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ ഭൗതിക ലോകത്ത് നമ്മൾ സെർവൻറ്റ് എന്ന് പറയുന്ന ആളെ, അവരെ എടുക്കുകയാണെങ്കിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്ന എന്താണ്? ആ മാസ്റ്ററിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. ആ മാസ്റ്ററിനെ സന്തോഷിപ്പിച്ചാൽ മാസ്റ്റർ നമുക്കെല്ലാം തരും, അങ്ങനെ ഈ സെർവൻറ്റും സന്തോഷിക്കുന്നു അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളും ആസ് സെർവൻസ് ഓഫ് കൃഷ്ണ, നമ്മളുടെ ഡ്യൂട്ടി, നമ്മളുടെ ധർമ്മം എന്ന് പറയുന്ന ഭഗവാനെ സേവിക്കുക. എന്നിട്ട് ആ സേവനത്തിൽ കൂടി നമ്മൾക്ക് സന്തോഷം കിട്ടും. ഹരേ കൃഷ്ണ. ഞാൻ ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ജപിക്കണ്ടേ? എന്നാൽ ലാസ്റ്റിൽ ജപിക്കാമേ, ഓർപ്പിക്കണേ. അപ്പൊ അതാണ് നമ്മൾ, അത് ഇറ്റേണൽ ട്രൂത്ത് ആണ്, അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, അതിൽ ചേഞ്ച് ഇല്ല. നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലെ നമ്മൾ ഈ ശരീരം വിടുന്നത് എക്സാമ്പിൾ ആയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്ന എന്താ? നമ്മൾ ഒരു ജീർണിച്ച
ഈ മുഷിഞ്ഞ ഒരു വസ്ത്രം നമ്മൾ മാറി പുതിയ വസ്ത്രം ഇടുന്ന പോലെയാണ് നമ്മൾ ഈ ശരീരം, ജീർണിച്ച ഒരു ശരീരം വിട്ടിട്ട് ഒരു പുതിയ ശരീരത്തിലോട്ട് നമ്മൾ കയറുന്നു. അപ്പൊ അത്രയും നമ്മൾ വിചാരിച്ചാൽ മതി. മരണം എന്ന് പറയുന്നത് നമുക്ക് അത്ര സങ്കടകരമാകേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു വസ്ത്രത്തിൽ നിന്ന് അത് മാറി വേറൊരു വസ്ത്രം ഇടുന്ന പോലെ നമ്മളുടെ ആത്മാവാണ് നമ്മൾ, അല്ലാതെ ഈ ശരീരമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു കഴിയുമ്പോഴും നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മൾ ആ ശരീരം വെച്ചോണ്ടിരിക്കോ? ഇല്ല, നമ്മൾ അത് കത്തിച്ച് കളയൂ അല്ലേ? എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാൽ അതല്ല നമ്മൾ റിയൽ ആ പേഴ്സൺ എന്ന് പറയുന്ന ആത്മാവാണ്. ആ ആത്മാവ് പോയി. അപ്പൊ പിന്നെ ഈ ശരീരം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ എന്താ പറഞ്ഞു, അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്നത് അത് ഇറ്റേർണലാണ്. അതിന് ഒരു മരണമില്ല. എല്ലാ കാലവും നമ്മൾ നിലനിൽക്കുന്നു. ജസ്റ്റ് ലൈക്ക് കൃഷ്ണൻ നിലനിൽക്കുന്ന പോലെ തന്നെ നമ്മളും ഏത് കാലവും ഈ ആത്മാവുണ്ട്. അത് കൃഷ്ണനിൽ പോയി ലയിക്കുന്നു എന്നൊക്കെ പറയുന്നൊക്കെ ചുമ്മാ മണ്ടത്തരങ്ങളാണ്. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ, ഈ ആത്മാവ് ഒരു ഇൻഡിവിജ്വൽ, ഭഗവാൻ വേറൊരു ഇൻഡിവിജ്വൽ. അത് രണ്ടുപേരും ഒന്നിക്കുന്നൊന്നുമില്ല, രണ്ടും സെപ്പറേറ്റ് ആണ്. രണ്ടുപേരും വേറെ വേറെ ആത്മാക്കളാണ്. ഭഗവാൻ പരമ ആത്മാവും നമ്മൾ ഒരു ചെറിയ ആത്മാവും, നമ്മൾ ഒരു കണിക മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ആത്മാവ് നമ്മൾ ഈ ഭൗതിക ഇതിലിരുന്ന് നമുക്ക് തിരിച്ച് പോകാൻ പറ്റില്ല. ഈ പ്രളയം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ ഭഗവാനെ അപ്പോഴും മറന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്ന ഈ ആത്മാവിന്? ഈ ആത്മാവ് ഭഗവാന്റെ ഉള്ളിൽ പോകും. ഈ ശ്വാസം എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, ശ്വാസം വിടുമ്പോഴ് വിഷ്ണു ഭഗവാൻ ശ്വാസം വിടുമ്പോഴാണ് ഈ മൾട്ടിറ്റ്യൂഡ് ഓഫ് യൂണിവേഴ്സസ് വരുന്നത് അല്ലെ? ആ യൂണിവേഴ്സസ് ഒക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഭഗവാന്റെ ഒരു ദൃഷ്ടി കൊണ്ട്, ഈ ഇതിൽ പറയുന്നുണ്ട്, ഭഗവാൻ ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ ഈ അകത്തുള്ള ആത്മാക്കളെല്ലാം ഈ യൂണിവേഴ്സസിൽ ആകുകയാണ്. പ്രകൃതി ആണ് ഒടുക്കം എല്ലാം സൃഷ്ടിക്കുന്നതും ഒക്കെ ശരീരം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ശരീരം സൃഷ്ടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഭഗവാന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ആത്മാക്കള് ഈ ശരീരത്തിൽ പോകും അക്കോർഡിംഗ് ടു ദെയർ കർമാസ്. അപ്പൊ ഈ വരുന്നതിന് മുമ്പ് പ്രളയം വരുന്ന സമയത്ത് നമ്മളുടെ കർമ്മത്തിന്റെ ബാഗേജ് എത്രയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ ബാഗേജും വെച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ച് അടുത്ത പ്രളയം കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ അടുത്ത ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ശരീരം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ബ്രഹ്മാവിന്റെ പല ഡേയ്സ് കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ വന്നും പോയി എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാരും വിഷ്ണു ഭഗവാന്റെ ഉള്ളിൽ പോവുകയാണ്. അതുപോലെ 100 വയസ്സ് ബ്രഹ്മാവിനാകുമ്പോൾ ബ്രഹ്മാവും ഭഗവാന്റെ ഉള്ളിൽ പോകും. ഈ യൂണിവേഴ്സസും എല്ലാം ഭഗവാന്റെ ഉള്ളിൽ പോകും. എന്നിട്ട് തിരിച്ച് ഭഗവാന് തോന്നുന്നു ഒരു സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോ പിന്നെയും സൃഷ്ടി വരും. എന്നിട്ട് വേറൊരു ബ്രഹ്മാവ് വരും. എന്നിട്ട് നമ്മളെല്ലാവരും നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും തിരിച്ചു വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആത്മാവെന്ന് പറയുന്നതും ഇറ്റേണൽ ട്രൂത്ത് ആണ്, അത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. പക്ഷേ റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്? അത് ചേഞ്ചിങ് ആണ് അല്ലെ? നമ്മളുടെ ഇന്നൊരു സത്യം എന്ന് നമ്മൾക്ക് തോന്നുന്ന നാളെ അത് സത്യമായിട്ട് തോന്നില്ല അല്ലെ? കറക്റ്റ് അല്ലേ? നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു സംഗതിയാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന നമ്മുടെ അഭിപ്രായം നാളെ ആകുമ്പോഴത്തേക്ക് മാറുന്നു. അപ്പൊ ഇത് ടെമ്പററിയാണ്. ഈ ലോകം തന്നെ ടെമ്പററിയാണ്. പിന്നെ അത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നു. പിന്നെ ഇത് ഭൗതികതയിൽ നിറഞ്ഞതാണ്. ഈ ഭൗതിക സൃഷ്ടിക്കകത്താണ് ഈ റിലേറ്റീവ് ട്രൂത്ത്സ് ഉള്ളത്. പിന്നെ
അത് എല്ലാം മായയാണ്, ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. നമ്മൾ പറഞ്ഞു മരീചി അല്ലെ, ഡെസേർട്ടിൽ കാണുന്ന മിറാജ് പോലെയാണ് ഇവിടെയുള്ള എല്ലാ സംഗതികളും. നമ്മൾക്ക് ഒരു മായയിൽ നമ്മൾക്ക് ഇങ്ങനെ തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ അവബോധം അനുസരിച്ചിരിക്കും ഓരോ സംഗതികൾ നമ്മൾ കാണുന്നത്. അപ്പം ഒരാളുടെ കാഴ്ചപ്പാടായിരിക്കില്ല വേറൊരാളുടെ കാഴ്ചപ്പാട്. ഒരാൾക്ക് പട്ടിയെ ഇഷ്ടമാണ്, വേറൊരാൾക്ക് പട്ടിയെ ഇഷ്ടമില്ല, കാണുന്നതേ അതിൻ്റെ അടുത്ത് പോകുന്നതേ ഇഷ്ടമില്ല. ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നു അല്ലെ, ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അത് ഒക്കെയാണ് റിലേറ്റീവ് ട്രൂത്ത്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരം ഒരു റിലേറ്റീവ് ട്രൂത്താണ്. അത് മാറും അല്ലെ, ഈ ശരീരം ജീർണിച്ച് അത് തീരും, എന്നിട്ട് വേറെ ശരീരം വരും അല്ലെ. പിന്നെ നമ്മളുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ വികാരങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നാളെ നമുക്ക് ഇഷ്ടമില്ല, അതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇമോഷൻസ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ വേൾഡ്, ഈ ഭൗതിക ലോകം തന്നെ അത് ചേഞ്ച് ചെയ്യുന്നു. അത് ഇന്നുണ്ട് നാളെ ഇല്ല അല്ലെ. അത് സൃഷ്ടിക്കപ്പെടുന്നു, പിന്നെ അതിനെ സ്ഥിതി ചെയ്യുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സംഹരിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ അതെല്ലാമാണ് റിലേറ്റീവ് ട്രൂത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഭഗവാൻ എങ്ങനെയാ സൃഷ്ടി നടത്തിയത്. ഈ ലോകം ഈ എന്താ പറയാ, ശ്വാസം വിടുമ്പോഴത്തേക്ക് ഈ ഭൗതിക ലോകങ്ങൾ വരുന്നു. എന്നിട്ട് ഭഗവാൻ അതിലോട്ട് ദൃഷ്ടി ചെലുത്തുമ്പം അതില് ഈ സീഡ് ഓഫ് സ്പിരിച്വൽ സ്പാർക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ആത്മാവാണ് സ്പിരിച്വൽ സ്പാർക്ക് എന്ന് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഫയർ ആണെങ്കിൽ നമ്മളൊക്കെ ഓരോ സ്പാർക്കുകൾ മാത്രമാണ്. നമ്മൾ ഈ എന്താ പറയുക, അഗ്നിയുടെ കൊച്ചു കൊച്ചു സ്പാർക്കുകൾ വരില്ലേ, നമ്മൾ ഈ ഫയറിൽ ഊതുകയൊക്കെ ചെയ്യുമ്പോൾ കൊച്ചു കൊച്ചു സ്പാർക്കുകൾ ഇങ്ങനെ തെറിക്കും അല്ലേ. അത്രയേ ഉള്ളൂ നമ്മൾ കമ്പയർ ടു ഭഗവാൻ ഒരു ഫയർ ആണെങ്കിൽ. അപ്പൊ ഈ സ്പാർക്കുകള് ആ ഒരു സീഡ് ഓഫ് ദീസ് സ്പാർക്സ് ആണ് ഈ ഭഗവാന് ഈ പ്രകൃതിയിൽ നോക്കിയിട്ട് ആ പ്രകൃതിക്ക് കൊടുക്കുന്നത്, നമ്മളായ ആത്മാക്കളെ കൊടുക്കുന്നു മെറ്റീരിയൽ ക്രിയേഷൻ നടത്താൻ വേണ്ടി. അപ്പൊ ഹി ഇംപ്രഗ്നേറ്റ്സ് ദ മെറ്റീരിയൽ ക്രിയേഷൻ വിത്ത് സീഡ്സ് ഓഫ് സ്പിരിച്വൽ സ്പാർക്സ്. അപ്പം ബാക്കിയുള്ളവര് പ്രകൃതി അമ്മയും ഭഗവാൻ അച്ഛനുമാണെന്നാ പറയുന്നത്. അപ്പോൾ ഒരു അച്ഛനും അമ്മയും ഭൗതിക പ്രകൃതിയില് എങ്ങനെയാ കുഞ്ഞുങ്ങളെ ഉത്പാദിക്കുന്നത് അതുപോലെയല്ല, ഭഗവാൻ എങ്ങനെയാ ഒരു ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുകയാണ് പ്രകൃതി. അതാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു ഒരു എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദി പറയുമായിരിക്കും, ഓ ഒരു വാച്ച് ഉണ്ടാക്കുന്ന ആള് എത്ര സൂക്ഷ്മമായിട്ടുണ്ടാക്കുന്നു അല്ലേ, അത്രയൊക്കെ എക്സ്പേർട്ട് ഉള്ളൂ ഭഗവാനും സൃഷ്ടി നടത്താന് എന്ന് പറയുന്നു. എന്നാൽ ഭഗവാന് സൃഷ്ടി ചെയ്ത് നോക്കിക്കൊണ്ട് സൃഷ്ടി നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഫർദർ ക്രിയേഷൻ, പിന്നെയും വേറെ വേറെ ഉൽപാദനങ്ങൾ നടത്തുന്ന ഒരു മെയിലും ഫീമെയിലും തമ്മിലാണ് അല്ലേ. എന്നാൽ അതുപോലെ ഒരു വാച്ച് മേക്കർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു മെയിൽ വാച്ചും ഒരു ഫീമെയിൽ വാച്ചും ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ ഉൽപ്പാദിച്ചോളും വേറെ വേറെ വാച്ചുകൾ? അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഓരോ വാച്ച് ഉണ്ടാക്കണമെങ്കിലും ആ വാച്ച് ഉണ്ടാക്കുന്ന ആള് ഇരുന്ന് ഉണ്ടാക്കണം ഓരോന്നോരോന്നായിട്ട്. ഭഗവാൻ അങ്ങനെയല്ല. അപ്പൊ എന്ന് മനുഷ്യന് അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു അന്ന് നമ്മൾക്ക് പറയാം ഭഗവാന്റെ ഇന്റലിജൻസിന്റെ അടുത്തെത്തുന്നു എന്ന് നമ്മൾക്ക് പറയാം. പക്ഷെ അത് സാധിക്കില്ല അല്ലെ. അങ്ങനെ ഓരോ മെഷീനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് തന്നെത്താനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഭഗവാന്റെ
സാന്നിധ്യമുള്ളതുകൊണ്ടാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പരമസത്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്ത് അല്ലെ സുപ്രീം ട്രൂത്ത് എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. ആ ആളുടെ ഈക്വൽ ആയിട്ടോ അതിന് സുപ്പീരിയർ ആയിട്ടോ ആരുമില്ല. ഇനി ഇവിടെ നമ്മൾ എല്ലാം കാണുന്നുണ്ട് ശ്രുതി മന്ത്ര, സ്മൃതി മന്ത്ര എന്നൊക്കെ കാണുന്നു അല്ലെ. ഈ ഇതിൽ തുടങ്ങുന്നത് തന്നെ ഇറ്റ് ഈസ് കൺഫേംഡ് ഇൻ ദ ശ്രുതി മന്ത്ര, എന്നിട്ട് ഇറ്റ് ഈസ് സെഡ് ഇൻ ദ ശ്രുതി മന്ത്ര, പിന്നെ എവിടെയോ സ്മൃതി മന്ത്ര എന്ന് കണ്ടു. കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ സ്മൃതി മന്ത്ര എന്നൊക്കെ കണ്ടു. അപ്പൊ ഇതെന്താണ് ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം? ശ്രുതി എന്ന് പറഞ്ഞാല് കേൾക്കുക. അപ്പൊ നമ്മൾക്ക് സ്പിരിച്വൽ നോളജ് ശ്രുതി വഴിയും കേൾക്കാം, സ്മൃതി വഴിയും നമുക്ക് കിട്ടുന്നുണ്ട് നോളജ്. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? റിമെമ്പറൻസ് അല്ലെ, നമ്മൾ ഓർക്കുക, മനനം ചെയ്തിട്ട് കിട്ടുന്ന. അപ്പൊ ശ്രുതി മന്ത്രം ശ്രുതികളിൽ പെടുന്നതാണ് വേദങ്ങള്. വേദങ്ങളൊക്കെ ശ്രുതിയാണ്. അത് ഭഗവാൻ നേരിട്ട് ഋഷിമാർക്ക് കൊടുത്തിരിക്കുന്ന നോളജാണ്. അതിൽ ചേഞ്ച് ഇല്ല, അത് അബ്സല്യൂട്ടാണ്. അതിൽ ചേഞ്ച് ഇല്ല. അത് വേദങ്ങള് ഫോർ എക്സാമ്പിൾ, വേദങ്ങള് അതാണ് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. അതിൽ ആർക്കും ഒരു കൃത്രിമം ചെയ്യാൻ പറ്റില്ല. അത് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ബ്രഹ്മാവിന് ഭഗവാൻ കൊടുത്തിരിക്കുന്നതാണ് ഈ വേദങ്ങള്. വേദങ്ങളുണ്ട്, ഉപനിഷത്സ് ഉണ്ട്, പിന്നെ അരണ്യക എന്ന് പറയും, ബ്രാഹ്മണ എന്ന് പറയും. ഇതെല്ലാം ശ്രുതി മന്ത്രങ്ങളാണ്, ശ്രുതികളാണ്. അപ്പൊ അത് അബ്സല്യൂട്ടാണ്, അതിന് ഒരു ചേഞ്ച് ഇല്ല. അത് അൺക്വസ്റ്റ്യനബിൾ ആണ്. വേദത്തിലുണ്ടോ അത് പരമാർത്ഥമാണ്, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. വേദങ്ങളിലുള്ളത് അബ്സല്യൂട്ടാണ്. എന്നാല് സ്മൃതി എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിച്ചിട്ട് അതിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. അത് കുറച്ച് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെ, നമ്മൾ മനസ്സിലാക്കിയതിന്റെ വ്യത്യാസം ഒക്കെ വരാം. അതാണ് സ്മൃതി എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ മെമ്മറി കൊണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറയുന്ന ശ്രുതിയാണ്. അപ്പൊ സ്മൃതിയും ശ്രുതിയും നമ്മൾ നോക്കും. പക്ഷേ നമ്മൾക്ക് ശ്രുതിയും സ്മൃതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ശ്രുതിക്കാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശ്രുതി പറഞ്ഞാൽ പിന്നെ അതിന് ഒരു വ്യത്യാസമില്ല, അത് അബ്സല്യൂട്ടാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സ്മൃതിയിൽ വരുന്നതാണ് ഇതിഹാസങ്ങള്. ഏതൊക്കെയാ ഇതിഹാസങ്ങൾ? രാമായണം, മഹാഭാരതം ഒക്കെ സ്മൃതിയാണ്. ഭഗവത്ഗീതയും സ്മൃതിയാണ്. പിന്നെ പുരാണങ്ങളെല്ലാം 18 പുരാണങ്ങളെല്ലാം സ്മൃതിയിൽ പെടും. അത് ഉപനിഷത്തിൽ നിന്നും ഒക്കെ എടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് എടുത്തിട്ട് എഴുതിയിരിക്കുന്ന അതാണ് ഈ സ്മൃതികള്, പുരാണങ്ങളെല്ലാം. പിന്നെ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അത് എല്ലാം സ്മൃതിയാണ്. അപ്പം ഋഷികളുടെ വലിയ, ഈവൻ വ്യാസദേവൻ ഹു ഈസ് ഭഗവാൻ ഹിംസെൽഫ്, ഭഗവാൻ തന്നെ ഒരു അവതാരം എടുത്തതാണ് വ്യാസദേവൻ. അപ്പൊ വ്യാസദേവനൊക്കെ ഈ പുരാണങ്ങൾ എഴുതിയത് ഈ വേദങ്ങളെ ബേസ് ചെയ്ത്, വേദങ്ങള് ഉപനിഷത്ത് എല്ലാത്തിനെയും ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് പുരാണങ്ങള്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ, വ്യാസദേവന് ബാക്കി പുരാണങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു തൃപ്തി വന്നില്ല. എന്തുകൊണ്ടാ? അത് ഭഗവാൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നതല്ല, ഈ വേദങ്ങളിൽ നിന്നെല്ലാം എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. ഭഗവാൻ തന്നെ 4 ശ്ലോകങ്ങള് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതാണ്. നമ്മള് ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് അത് ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതാ. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, നാരദനോട് ബ്രഹ്മാവ് പറയുന്നതാണ്. ശരിക്കും ഭഗവാൻ ബ്രഹ്മാവിന് പറയുന്നതാണ് ഈ 4 ചതുർശ്ലോകി ഭാഗവതം. അത് 2-ാമത്തെ സ്കന്ധത്തില് 9-ാമത്തെ അധ്യായത്തില് 33 തൊട്ട് 36 വരെയുള്ള ശ്ലോകങ്ങളാണ് ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയും. എന്ന് വെച്ചാൽ ദിസ് ഈസ്, ഹരേ കൃഷ്ണ, അതിൻ്റെ അർത്ഥം അത്
അതിന് ചതുർശ്ലോകി ഭാഗവതം എന്ന് പറയാനുള്ള റീസൺ ഈ 4 എണ്ണം ആണ് സീഡ്. ഈ സീഡിൽ നിന്നാണ് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഭാഗവതമാക്കിയെടുത്തത്. അപ്പം അതാണ് നാരദ മുനി വ്യാസദേവന്റെ അടുക്ക പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഭഗവാന് അത് ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവ് അത് നാരദനോട് പറഞ്ഞു, നാരദൻ അത് വ്യാസദേവനോട് പറഞ്ഞു. അപ്പൊ വ്യാസദേവന് എല്ലാ പുരാണങ്ങളും എഴുതിയിട്ട് തൃപ്തിയില്ലാത്തപ്പം നാരദൻ പറഞ്ഞു, ഈ 4 ശ്ലോകങ്ങള് എടുത്ത് നീ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നീ ഒരു ഗ്രന്ഥമുണ്ടാക്ക്, എന്നിട്ട് ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും പ്രകീർത്തിച്ചുകൊണ്ട് വേണം ആ ഗ്രന്ഥം എഴുതാനെന്ന് പറഞ്ഞത്. അപ്പം ഈ ഭാഗവതം എന്ന് പറയുന്ന ഈ 4 ശ്ലോകങ്ങളെ ബേസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് ആ 4 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 33 പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത് വായിക്കുന്നില്ല, സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഞാന് ഭഗവാന് ആണ് ഈ ക്രിയേഷൻ, ഈ സൃഷ്ടി നടക്കുന്നതിന് മുമ്പും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ലായിരുന്നു. ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴോ ആരാണ്? അപ്പം മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകമൊന്നുമില്ല ആ സമയത്ത്. ഭഗവാനാണ് ഈ ഭൗതിക ലോകമൊക്കെ സൃഷ്ടിച്ചത്. അപ്പൊ അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ ഭൂമിയും എല്ലാം കാണുന്നു, ഈ ഭൗതിക ലോകമൊക്കെ കാണുന്നു. അപ്പോഴും ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെ? ഞാൻ പല രൂപത്തിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ പരമാത്മാ രൂപേണ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി പ്രളയം വന്ന് ഇതെല്ലാം ഡിസ്ട്രോയിഡ് ആകുമ്പോ, എല്ലാം വൈൻഡപ്പ് ചെയ്യുമ്പോഴും ഞാൻ മാത്രം അവശേഷിക്കുന്നു. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്താണ്? ഇറ്റ് ഈസ് ഐ ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡെഡ് who was existing before creation, when there was nothing but myself, nor was there the material nature, the cause of this creation. അപ്പൊ മെറ്റീരിയൽ നേച്ചർ, പ്രകൃതിയാണ് ഈ ക്രിയേഷന് ഉള്ള കാരണം. ഒരു കാരണത്തിന്റെ കാരണം ഭഗവാനും. That which you see now is also I, the personality of Godhead. And after annihilation, what remains will also be I, the supreme personality of Godhead. അപ്പൊ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിനെയൊക്കെയാണ് എക്സ്പാൻഡ് ചെയ്തിട്ട് വ്യാസദേവൻ ക്രിയേഷൻ എങ്ങനെ നടക്കുന്നു, എന്താണ് ഭഗവാൻ ചെയ്തത് ഈ ക്രിയേഷൻ ഉണ്ടാക്കാന് എന്നൊക്കെ പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്യുന്നു. പക്ഷെ ഇൻ ഷോർട്ട് അത് എല്ലാം പറയുന്ന എന്താണ്? എങ്ങനെയാണ് ഈ സൃഷ്ടി നടക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞും ഇപ്പോഴും എല്ലാം ഭഗവാന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി കാണുന്നു, അതിന് എന്തെങ്കിലും ഒരു മൂല്യമുണ്ട് എന്ന് തോന്നിയാല് അത് ഭഗവാനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്തെങ്കിലും വാട്ടെവർ ഈസ് ദെയർ ദാറ്റ് എക്സിസ്റ്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഗോഡ്, അതിന് മാത്രമേ റിയാലിറ്റി ഉള്ളൂ. ബാക്കിയെല്ലാം അൺറിയൽ ആണ്, അതിന് ഒരു അസ്തിത്വമില്ല എന്നാണ് പറയുന്നത്. വാട്ടെവർ അപ്പിയേഴ്സ് ടു ബി ഓഫ് വാല്യൂ, ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് വിത്തൗട്ട് റിലേഷൻ ടു മീ, ഇറ്റ് ഹാസ് നോ റിയാലിറ്റി. Know it as my illusory energy. അങ്ങനെ കാണുന്ന ഞാനുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എന്ത് കാണുന്നതും അതിന് റിയാലിറ്റി ഇല്ല, അത് മായ മാത്രമാണ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ബട്ട് എ റിഫ്ലക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ഇൻ ദി ഡാർക്ക്നെസ്. അപ്പൊ അത് വെറും ഒരു ഛായ മാത്രമാണ്, റിഫ്ലക്ഷൻ മാത്രമാണ്, ഒരു ഷാഡോ മാത്രമാണ് എന്ന് പറയുന്നു. പിന്നെ അടുത്തതിൽ പറയുന്നു, പ്ലീസ് നോ that the universal elements enter into the cosmos and at the same time do not enter into the cosmos. Similarly, I myself also exist within everything created and at the same time I am outside of everything. എന്ന് പറഞ്ഞാല് ഈ ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? 5
എന്താ പഞ്ചഭൂതങ്ങൾ അല്ലെ എന്ന് പറഞ്ഞാൽ 5 ഗ്രോസ് എലിമെന്റ്സ്. എന്തൊക്കെയാണ് ആ 5 പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്? ഭൂമി, വായു, വായു, ഫയർ അല്ലെ, അഗ്നി, വെള്ളം, പിന്നെ ആകാശം, ആകാശം, സ്കൈ. അപ്പൊ ഈ 5 നമ്മൾ ഏത് സംഗതി എടുത്താലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ദീസ് 5 തിങ്സ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, മനസ്സ്, ഇന്ദ്രിയങ്ങള് എന്നെല്ലാം പറഞ്ഞ് ഞാൻ 24 എലിമെന്റ്സിനെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഓൾ കമ്പോസ്ഡ് ഓഫ് ദീസ് 5 എലിമെന്റ്സ്. ഈ 5 ഗ്രോസ് മെറ്റീരിയൽ എലിമെന്റ്സ് എന്ന് പറയും, പഞ്ചഭൂതങ്ങൾ അല്ലെ. അപ്പൊ ആ 5 ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ 5 കാര്യം കൊണ്ടാണ്. ഏത് സംഗതി എടുത്താലും ഈ 5 കാര്യം കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളും ആ പഞ്ചഭൂതങ്ങളാണ്. വെളിയിലും നമുക്ക് കാണാം അല്ലെ, ഈ പഞ്ചഭൂതങ്ങളെ നമുക്ക് ഫയർ കാണാം, നമുക്ക് വാട്ടർ കാണാം, നമുക്ക് എർത്ത് കാണാം. ഇതെല്ലാം അപ്പൊ നമ്മളിലും ഉണ്ട്, പുറത്തുമുണ്ട്. അതുപോലെ തന്നെയാണ് ഭഗവാന് നമ്മുടെ ഉള്ളിലുമുണ്ട് പരമാത്മാവായിട്ട്, പുറത്തുമുണ്ട്. എന്തായിട്ടാണ് ഭഗവാൻ വസിക്കുന്നത്? ഭഗവാന്റെ ധാമത്തില്. അപ്പൊ ഭഗവാന്റെ ധാമത്തിൽ ഇരിക്കുന്നുമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഭഗവാന് ഇവിടെ സർവവ്യാപിയായിട്ട് എല്ലാവരുടെ ഉള്ളില് ഒരു ആറ്റത്തിൽ പോലും ഭഗവാന് ഉണ്ട്. അതാണ് 3-ാമത്തെ ചതുർശ്ലോകിയിൽ പറയുന്നത്. 4-ാമത്തേൽ പറയുന്നു, എ പേഴ്സൺ ഹു ഈസ് researching after the supreme absolute truth, the personality of Godhead, must certainly search for it up to this, in all circumstances, in all space and time, and both directly and indirectly. എന്ന് പറഞ്ഞാൽ നമ്മള് റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയില്ലേ, നമ്മൾ റിയലൈസേഷന് സെർച്ച് ചെയ്യുന്ന ഒരു ആത്മാർത്ഥ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നമ്മള് ഈ എന്താണ് റിയലൈസേഷൻ എന്താ എന്ന് നമ്മൾ റിസർച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ 4 വേഴ്സസ് നെയാണ് നമ്മൾ റിസർച്ച് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ അർത്ഥം എന്താണ് എന്നെല്ലാം കണ്ടുപിടിക്കേണ്ടത്. അതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഭക്തി യോഗമാണ് നമ്മളെ അവിടെ എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ 4 പോയിന്റ്സ്, ഈ സീഡ് വേഴ്സസ് എന്ന് പറയുമേ, സീഡ് വേഴ്സസ് അല്ലെങ്കിൽ ചതുർശ്ലോകി ഭാഗവതം, അതിനെ ആ സീഡിൽ നിന്നാണ് എക്സ്പാൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്മൃതികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ഭഗവത്ഗീതയിലെ ഒരു ഇത് പറയുന്നുണ്ട് അല്ലെ, എനിവൺ ഹു വാണ്ട്സ് ടു ഗെറ്റ് റിഡ് ഓഫ് ദി മെറ്റീരിയൽ എൻറ്റാങ്കിൾമെന്റ് മസ്റ്റ് സറണ്ടർ അൺടു ഹിം. അപ്പൊ എന്താണ് പറയുന്നത്? ഭഗവത്ഗീതയിലെ ഏറ്റവും ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഭഗവാൻ കൊടുക്കുന്നതാണിത്. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എന്താ പിന്നെ? സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അപ്പൊ അതിൽ പറയുന്ന എന്താന്ന് വെച്ചാല്, എല്ലാ ധർമ്മങ്ങളും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് എന്നെ ശരണം പ്രാപിക്കൂ. അപ്പൊ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ കളഞ്ഞ് നിങ്ങളെ മുക്തരാക്കാം, അതില് നിങ്ങൾ ഭയപ്പെടണ്ട എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് തന്നെയാണ് ഈ ഇതിലും ഭഗവാന് അൾട്ടിമേറ്റ്ലി പറയുന്നത്, ഈ പാരഗ്രാഫിലും പറയുന്നത്. നമുക്ക് നിരീശ്വരവാദിയെ പോലെ ഭഗവാൻ ഇല്ല എന്നൊന്നും പറഞ്ഞാല് നമ്മൾക്ക് പിന്നെയും നമ്മൾ താഴ്ന്ന യോനികളിലേക്ക് പോകും. നമ്മൾ ഭഗവാനെ തിരസ്കരിക്കുകയാണ്. നമ്മൾ ഇല്ല, അങ്ങനെ ഒരു ആളില്ല എന്ന് പറഞ്ഞ് അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മൾ ഈ ഹ്യൂമൻ ബോഡി തന്നിട്ട് പിന്നെ കാര്യമില്ല അല്ലേ? നമ്മൾ ഈ ഒരു അഡ്വാൻസ്ഡ്
അവബോധം തന്നിട്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല. അപ്പൊ പിന്നെ നീ ആനിമൽ ബോഡി തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ താന്ന യോനികളിലോട്ട് നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഹ്യൂമൻ ബോഡി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മള് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നാണ് അൾട്ടിമേറ്റ്ലി നമ്മളുടെ എല്ലാവരുടെയും ഗോള്. അല്ലെ, അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും ചെയ്യേണ്ട പ്രവൃത്തി ഭഗവാനെ ശരണം എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിച്ചോളൂ. ആരിനി വായിക്കും? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ ശരണം പ്രാപിക്കാത്ത ഒരാൾ സംഭ്രാന്തനാകുമെന്നത് നിശ്ചയമാണ്. എപ്പോൾ ബുദ്ധിമാനായ ഒരാൾ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ ശരണം പ്രാപിക്കുകയും ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ സർവകാരണങ്ങളുടെയും പരമകാരണം ഭഗവാനാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ, അപ്പോൾ മാത്രമേ അയാൾ മഹാത്മാവായി തീരുന്നുള്ളൂ. എന്നാൽ അത്തരം മഹാത്മാക്കളെ അപൂർവമായി മാത്രമേ ദർശിക്കാനാവൂ. സമസ്ത സൃഷ്ടികളുടെയും പ്രഥമവും പ്രധാനവും പരമവുമായ കാരണം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് മഹാത്മാക്കൾക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഭഗവാൻ പരമസത്യമാണ്. എന്തെന്നാൽ മറ്റെല്ലാ സത്യങ്ങളും ഭഗവാനെ ആപേക്ഷകമാണ്. ഭഗവാൻ സർവവ്യാപിയും മായാവിമുക്തനുമാണ്. ശ്രീമദ് ഭാഗവതം വ്യാസദേവനാൽ രചിക്കപ്പെട്ടതല്ലെന്ന് ചില മായാവാദി പണ്ഡിതർ വാദിക്കും. മറ്റു ചിലർ വോപദേവൻ എന്ന ഒരാളാൽ രചിക്കപ്പെട്ട ആധുനിക സൃഷ്ടിയാണ് ഈ ഗ്രന്ഥം എന്ന് അഭിപ്രായപ്പെടും. അത്തരം അർത്ഥശൂന്യമായ വാദമുഖങ്ങളെ ഖണ്ഡിക്കാൻ പുരാതനമായ നിരവധി പുരാണങ്ങളിൽ ഭാഗവതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്ന് ശ്രീധര സ്വാമി ചൂണ്ടിക്കാണിക്കുന്നു. ഭാഗവതത്തിലെ ഈ പ്രഥമ ശ്ലോകം ഗായത്രി മന്ത്രത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അതിപുരാതനമായ മത്സ്യപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഗായത്രി മന്ത്രത്തെ അടിസ്ഥാനമാക്കി ഗായത്രി മന്ത്ര ആരംഭത്തിലുള്ള നിരവധി ആത്മീയ നിർദ്ദേശങ്ങൾ ഭാഗവതത്തിൽ ക്രമാനുസാരിയായി വർണ്ണിച്ചിരിക്കുന്നതായി ആ പുരാണത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. വൃത്രാസുര ചരിത്രവും അതിൽ വർണ്ണിച്ചിരിക്കുന്നു. പൗർണമി നാളിൽ ഭാഗവത പാരായണ ചിത്തരായ ആരും ഭഗവത് സന്നിധിയിൽ മടങ്ങിച്ചെല്ലുന്നു. അങ്ങനെ ജീവിതത്തിന്റെ ആത്യന്തികമായ പരിപൂർണത നേടുന്നു. 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ ബൃഹത് ഗ്രന്ഥമാണ് ഭാഗവതം എന്ന പരാമർശം മറ്റ് പുരാണങ്ങളിൽ ദർശിക്കാം. പത്മപുരാണത്തിൽ ഗൗതമനും മഹാരാജ അംബരീഷനും തമ്മിലുള്ള സംഭാഷണത്തിൽ ഭാഗവത പരാമർശമുണ്ട്. ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്ന പക്ഷം രാജാവ് നിത്യേന ഭാഗവത പാരായണം നടത്തണമെന്ന് അതിൽ ഉപദേശിക്കുന്നു. ആ പരിസ്ഥിതിയിൽ ഭാഗവത പ്രാമാണിക്യത്തെക്കുറിച്ച് യാതൊരു സന്ദേഹവും ആവശ്യമില്ല. 500 സംവത്സരങ്ങൾക്കകം ജീവഗോസ്വാമി, സനാതന ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, വല്ലഭാചാര്യ തുടങ്ങിയ നിരവധി പുകഴ്പെറ്റ പണ്ഡിത ആചാര്യന്മാരും അനേകം പണ്ഡിതരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലശേഷവും ഭാഗവത വ്യാഖ്യാനം നൽകുകയുണ്ടായി. മാത്രവുമല്ല, ഗൗരവ ഭാഗവത പണ്ഡിതാവായ ഒരാൾക്ക് അതീന്ദ്രിയ സന്ദേശങ്ങളുടെ സ്വാദ് ആ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ പരിശ്രമിക്കുന്നത് മുഖേന അധിക അളവിൽ നുകരുവാൻ സാധിക്കുന്നു. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ നമ്മള് ഇതിൽ പറയുന്നു, നമ്മള് ഭഗവാന്റെ ചരണാരവിന്ദത്തിൽ സറണ്ടർ ചെയ്താല്, നമ്മള് പെട്ടെന്ന് സറണ്ടറിന്റെ ഇത് മറന്നു, നമ്മള് ശരണം പ്രാപിക്കല്ലേ മാതാജി? അത് തന്നെ, ശരണം പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ ബിവിൽഡേഡ് ആകും. ബിവിൽഡേഡ് ആകുക എന്ന് പറഞ്ഞാൽ മുഹ്യന്തി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഈ ശ്ലോകത്തിൽ തന്നെ. എന്ന് വെച്ചാൽ നമ്മള് സംഭ്രമപ്പെടുന്നു, നമ്മള് വിമോഹരാകുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. നമ്മള് ഇന്ദ്രദേവന്, ബ്രഹ്മാവ്, ഈവൻ ശിവൻ പോലും
സംഭ്രമപ്പെട്ടു അല്ലേ? മോഹിനി വേഷം കാണുമ്പോഴ്, ഭഗവാന്റെ മോഹിനി വേഷം കാണുമ്പോഴ് പാർവതിയുമായിട്ടാണ് അവിടെ പോയത്. എന്നിട്ട് ഭഗവാന്റെ അടുക്ക പറയുകയും ചെയ്തു, എനിക്ക് ആ മോഹിനി രൂപം കാണണം എന്ന്. പക്ഷെ മോഹിനിയെ കണ്ടപ്പോഴ് ആള് ആകെ എല്ലാം മറന്നുപോയി. അപ്പൊ അതുപോലെ നമ്മള് എല്ലാം ബിവിൽഡേർഡ് ആകും നമ്മള് ഭഗവാന്റെ ചരണാരവിന്ദത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ സറണ്ടർ ചെയ്യുന്ന ആൾക്ക് പരിപൂർണമായിട്ടറിയാം കൃഷ്ണനാണ് എല്ലാ കാരണങ്ങളുടെയും കാരണം എന്ന് അറിയാം. എന്നിട്ട് പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബുദ്ധിമാനെ ആയ ഒരു വ്യക്തിയെ വളരെ റെയറായിട്ടേ കാണുള്ളൂ എന്ന്, അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, അങ്ങനെ ഒരു മഹാത്മാവ്, അവരെ മഹാത്മാവെന്ന് വിളിക്കും. അങ്ങനെയുള്ള ആള് എന്താ പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ ഭഗവാനാണ്, വാസുദേവനാണ് ഏറ്റവും സർവം എന്ന് മനസ്സിലാക്കുന്നത് പല പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുള്ളൂ എന്ന് പറയുന്നു. അത് വളരെ കുറച്ച് ആൾക്കാർക്കേ ആ ഒരു സ്റ്റേജിൽ എത്താനും പറ്റുള്ളൂ എന്ന് പറയുന്നു. പിന്നെ ചിലവര് പറയുന്നുണ്ട് ഭാഗവതം വ്യാസദേവനല്ല എഴുതിയിരിക്കുന്നത്, അത് ഈയിടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, അത് വ്യോമദേവൻ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഓരോരുത്തര് അങ്ങനെ പറയുന്നുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ശ്രീധരസ്വാമി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ പഴയ പുരാണങ്ങളിലും ഈ ഭാഗവതത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഭാഗവതം ഫസ്റ്റ് ശ്ലോകം, ഈ ശ്ലോകത്തിൽ ഗായത്രി മന്ത്രമുണ്ട് അല്ലെ, ധീമതി എന്ന് പറയുന്നു അല്ലെ, ധീമഹി എന്ന്. അപ്പൊ അത് ഗായത്രി മന്ത്രത്തിലുള്ളതാണ്. അപ്പൊ അത് ഈ മത്സ്യപുരാണം അതൊക്കെ ആദ്യം എഴുതിയിരിക്കുന്ന പുരാണങ്ങളാണ്. അതിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭാഗവതം ഈ ഗായത്രി മന്ത്രത്തിൽ തുടങ്ങുന്നു എന്നും, പിന്നെ എന്താ അതിൽ 18,000 വേഴ്സസ് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പത്മപുരാണത്തിലും ഭാഗവതത്തെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. ഗൗതമ മുനിയും മഹാരാജ് അംബരീഷും തമ്മിലുള്ള സംവാദത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്, രാജാവിൻ്റെ അടുക്കല് എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം വായിക്കണം, നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ എന്ന് പറയുന്നു. അപ്പൊ എല്ലാ പുരാണങ്ങളിലും ഇതിന് റെഫറൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് ഈ ഭാഗവതം ആരോ രചിച്ചതല്ല, അതിന് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വ്യാസദേവൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്, ഹൂ ഈസ് നൺ അതർ ദാൻ ദ ലോർഡ് ഹിംസെൽഫ്. അപ്പൊ അങ്ങനെ പറയുന്നു. എന്നിട്ട് ഈ ഒരു 500 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികള് 6 ഗോസ്വാമിമാര്, പിന്നെ വേറെ ആചാര്യന്മാര്, വിശ്വനാഥ് ചക്രവർത്തി, വല്ലഭാചാര്യ, അങ്ങനത്തെ ഒക്കെ വലിയ വലിയ ആചാര്യന്മാര്, ജീവഗോസ്വാമി, സനാതന ഗോസ്വാമി, എല്ലാവരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമന്ററികൾ എഴുതിയിട്ടുണ്ട് ഭാഗവതത്തിനെ കുറിച്ച്. അപ്പൊ ഇതെല്ലാം നമ്മള് ശ്രദ്ധയോടുകൂടി നമ്മൾ സീരിയസ് ആയിട്ട് ഇത് എല്ലാം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ട്രാൻസെൻഡന്റൽ അതിൻ്റെ അകത്തുള്ള ദിവ്യമായ ഇൻസ്ട്രക്ഷൻസ്, അതിൻ്റെ അകത്ത് നിന്ന് തരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാല് അതിൻ്റെ അകത്ത് ഉള്ള മെസ്സേജസ് എല്ലാം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. ഭാഗവതത്തിൽ തന്നെ നമ്മൾ ഇനി ഓരോരോ ശ്ലോകങ്ങളായിട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സ്വാദ് പതേ പതേ എന്ന് പറയും. എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ ആ സ്വാദ് നമ്മൾ റിലീസ് ചെയ്യും, കൂടുതൽ കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഭാഗവതം വായിക്കും തോറും. പിന്നെ അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട് എങ്ങനെ വേണം ഭാഗവതം നമ്മൾ ശ്രവിക്കാൻ എന്ന്. വളരെ സബ്മിസീവായിട്ടും വളരെ അറ്റൻഷനോട് കൂടിയും വേണം ഭാഗവതം ശ്രവിക്കാന് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അതോറിറ്റി, ഇത് ഭാഗവതം രചിച്ചത്
ആരാണ് എന്നുള്ളതിന് നല്ല എവിഡൻസ് ബാക്കിയുള്ള പുരാണങ്ങളിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ മാതാജി. ആ, ഓം നമോ പറഞ്ഞോളൂ. ഭഗവതി വാസുദേവായ. ജയ് ശ്രീല പ്രഭുപാദ്. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ യാതൊരുവിധ ഭൗതിക കലഹരിയും തീണ്ടാത്ത പരിശുദ്ധവും യഥാർത്ഥവുമായ ലൈംഗിക മനഃശാസ്ത്രത്തെ, അതായത് അഭിരസം, സവിശേഷമായി പ്രതിപാദിക്കുന്നു. സമസ്ത ഭൗതിക പ്രപഞ്ച സൃഷ്ടിയും ലൈംഗിക കാമജീവിത തത്വത്തിന്റെ അധീനതയിലാണ് പ്രവർത്തിക്കുന്നത്. ആധുനിക സംസ്കാരത്തിൽ സർവ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ബിന്ദു ലൈംഗിക ജീവിതമാകുന്നു. എവിടെ തിരഞ്ഞാലും ലൈംഗിക ജീവിതത്തിന്റെ പ്രബലത ദർശിക്കാനാകും. ആകയാൽ ലൈംഗിക ജീവിതം അയഥാർത്ഥമല്ല. അതിന്റെ വാസ്തവികത ആത്മീയ ലോകത്തിൽ അനുഭവവേദ്യമാകും. നിജസ്ഥിതിയുടെ വികലമായ പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലൈംഗിക ജീവിതം. യഥാർത്ഥ വസ്തുത നിരപേക്ഷ സത്യത്തിലുള്ളതാകയാൽ നിരപേക്ഷ സത്യം നിർവ്യക്തിഗത സ്വരൂപമാകുക സാധ്യമല്ല. നിർവ്യക്തിഗതനായിരിക്കുകയും അതേസമയം പരിശുദ്ധ ലൈംഗിക ജീവിതത്തെ ഉള്ളടക്കിയിരിക്കുകയും ചെയ്യുക സാധ്യമല്ല തന്നെ. പരമസത്യത്തിന്റെ നിർവ്യക്ത സ്വരൂപത്തിന് അതിപ്രാധാന്യം നൽകുകയാൽ അവ്യക്തഗതിവാദികളായ ദാർശനികന്മാർ നിന്ദ്യമായ ഭൗതിക ലൈംഗിക ബന്ധത്തിന് പരോക്ഷമായി പ്രചോദനം നൽകുന്നു. തൽഫലമായി ലൈംഗിക ജീവിതത്തിന്റെ യഥാർത്ഥ ആത്മീയ സ്വരൂപത്തെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യർ പ്രതിലോമമായ ഭൗതിക ലൈംഗിക ജീവിതത്തെ എല്ലാമായി സ്വീകരിക്കുന്നു. രോഗഗ്രസ്തമായ ഭൗതികാവസ്ഥയിലുള്ള ലൈംഗിക ജീവിതവും ആത്മീയ കാമ ജീവിതവും തമ്മിൽ സുവ്യക്തമായ വേർതിരിവുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് പറയുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത്, ലൈംഗിക ജീവിതം എന്ന് പറയുന്ന ഈ അസുരന്മാര് ഈ 16th ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഈ അസുരന്മാര് എന്താ ആസുരിക മെന്റാലിറ്റിയുള്ള മനസ്ഥിതിയുള്ള മനുഷ്യര് ചിന്തിക്കുന്നത് ഈ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ സെക്സിന് വേണ്ടിയാണ് എന്ന്. അതല്ലാതെ വേറെ ഒരു സത്യവുമില്ല, ഭഗവാനും ഒന്നുമില്ല. ആകെ ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്ന തന്നെ ഈ സെക്സ് ലൈഫിനാണ് എന്ന് പറയുന്നു. അപ്പം അത് ശരിയാണ്. എല്ലാ ഭൗതിക ക്രിയേഷനില് എല്ലാവരും സെക്സിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് അത് ഇല്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അത് ആത്മീയ ലോകത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെയും കാണുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ്? ഒരു റിഫ്ലക്ഷനാണ്, അല്ലേ? അത് പെർവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ലൈംഗിക ജീവിതം കാണുന്നത്. അപ്പം പ്യോർ സെക്സ് ലൈഫ് എന്ന് പറയുന്നത് ആത്മീയ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും ഉള്ളത്. പക്ഷെ ഇവിടെ അത് കാണുന്നത് പെർവേർട്ടഡ് ആയിട്ടാണ്. എന്നിട്ട് പറയുന്നു, സെക്സ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഉണ്ടാവണം, അല്ലേ? ബിറ്റ്വീൻ പേഴ്സൺസ് അല്ലേ നടക്കുള്ളൂ സെക്സ് ലൈഫ്. അപ്പൊ അതുകൊണ്ടും കൂടി നമുക്ക് പറയാം വിത്ത് കൺവിക്ഷൻ, അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത് അവ്യക്തിയല്ല, അതൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇംപേഴ്സണൽ അല്ല, അബ്സല്യൂട്ട് ട്രൂത്ത്. ഈ നിരപേക്ഷ സത്യം എന്ന് പറയുന്നത് അവ്യക്തിയല്ല, അതൊരു വ്യക്തിയാണ്. എന്നിട്ട് ആ വ്യക്തിക്ക് പ്യോർ സെക്സ് ലൈഫാണുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഈ മണ്ടെയിൻ ആയിട്ടുള്ള ഈ ഭൗതിക ലോകത്തുള്ള കാണുന്ന സെക്സ് ലൈഫ് അല്ല അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 10ാമത്തെ സ്കന്ധത്തിലോട്ട് ഓടിപ്പോകല് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അത് പ്യോർ ലവ് ആണ് അവിടെ കാണുന്നത്, ഭഗവാനും ഗോപിമാരുമായിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെ നമ്മളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അത് തെറ്റായിട്ട് കാണുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതെല്ലാം പെർവേർട്ടഡ് ആണ്.
അതുകൊണ്ട് നമ്മളും നമ്മളുടെ ആ വ്യൂ പോയിന്റിലായിരിക്കും നമ്മളും അത് കാണുന്നത്. നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ കണ്ടാൽ നമ്മൾ അത് ചീത്തയായിട്ടേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് അങ്ങനത്തെ ലൈഫാണ്, സെക്സ് ലൈഫാണുള്ളത്. അത് അവരവരുടെ ഇന്ദ്രിയ സംതൃപ്തിക്കാണ് അല്ലെ. ഇവിടെ ഏത് റിലേഷൻഷിപ്പ് എടുത്താലും അത് അവരവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലാതെ മറ്റേ ആളുടെ സംതൃപ്തിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. എന്നാല് ആത്മീയ ലോകത്ത് അങ്ങനെയല്ല. അത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് അവിടെ സെക്സ് ലൈഫ് ഉള്ളത്. അതാണ് ഡിഫറൻസ് പറയുന്നത്. ഇനി അടുത്ത ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടെ ഉള്ളൂ, അതും കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കൂ. ജയ് ശ്രീ പ്രഭുപാദ്. ശ്രീമദ് ഭാഗവതം മനചാഞ്ചല്യമില്ലാത്ത പഠിതാവിനെ പരിപൂർണമായ അതീന്ദ്രിയാവസ്ഥയുടെ ഉത്തുംഗ സ്ഥാനത്തേക്ക് ക്രമേണ ഉയർത്തുന്നു. നിരന്തര ആവർത്തനം കൊണ്ട് മനസ്സിൽ പതിഞ്ഞ സ്വധർമ്മ കർമ്മദേവ, അതായത് വേദശ്ലോകങ്ങൾ മുഖേന കർമ്മദേവന്മാരെ ആരാധിക്കുക. വേദശ്ലോക ആരാധന, സൈദ്ധാന്തിക ദർശനം, കർമ്മഫലങ്ങൾ തുടങ്ങി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ ആരാധിക്കാൻ ശ്രീമദ് ഭാഗവതം ഒരാൾക്ക് കഴിവ് നൽകുന്നു, സാധ്യമാക്കി തീർക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് പറയുന്നത് ശ്രീമദ് ഭാഗവതം നമ്മൾ അൺബയസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞ എന്താ, നമ്മള് പൂർവം നേരത്തെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാതെ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കാനും കേൾക്കാനും. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണും അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, വിഷ്ണു ആണോ കൃഷ്ണനാണോ ഏറ്റവും വലുത്, ആരിൽ നിന്നാണ് ഏത് ഇൻകാർണേഷൻ വരുന്നത്, വിഷ്ണുവിൽ നിന്നാണോ കൃഷ്ണനിൽ നിന്നാണോ, ഇതെല്ലാം നമുക്ക് അങ്ങനത്തെ പല ചോദ്യങ്ങൾ കാണും. ഓൾറെഡി നമുക്ക് ബയസ്ഡ് ആയിട്ട് നമ്മൾ കുറേ സീരിയലുകളും ഒക്കെ കണ്ട് നമുക്ക് കുറേ അങ്ങനത്തെ കുറേ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ കാണും. പക്ഷെ ആ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, ഡൗട്ട്സ് ഉണ്ടാകും ഫോർ ഷുവർ, അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അൺബയസ്ഡ് ആയിട്ട് ഓക്കെ നോക്കട്ടെ, ഇതൊക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെയൊക്കെ ധാരണകളുണ്ട്, ഇങ്ങനത്തെയൊക്കെ ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ലെറ്റ് മീ ഹിയർ എന്താണ് അതിൻ്റെ വാസ്തവം എന്ന് ഞാൻ വായിച്ചു നോക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നമ്മളുടെ ഡൗട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്യോർ മൈൻഡോട് കൂടി വേണം കേൾക്കാൻ. അത് കുറേ ബയസ്ഡ് ആയിട്ടുള്ള ഓരോ ചിന്തകൾ, ഇങ്ങനെ ആയിരിക്കും, അതെന്താ ഇതിൽ ഇങ്ങനെ പറയുന്ന, ഇത് തെറ്റല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ അൺബയസ്ഡ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഉന്നത സ്റ്റേജ്, ഏറ്റവും ദിവ്യമായ ആ ഉന്നത സ്റ്റേജ് എന്താണ്, ഹയസ്റ്റ് പെർഫെക്ഷണൽ സ്റ്റേജ് ഓഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന എന്താണ്, അതാണ് കൃഷ്ണപ്രേമം അല്ലെ. ആ കൃഷ്ണപ്രേമത്തിൽ നമ്മൾ വന്നെത്തും എന്ന് പറയാണ്. നമുക്ക് ഏറ്റവും ഈ ശ്രീമദ് ഭാഗവതവും നമ്മൾ ചാൻറ്റ് ചെയ്യുന്നതും എല്ലാം അവസാനം എന്തിനു വേണ്ടിയാണ്, നമുക്ക് ആ കൃഷ്ണപ്രേമം ലഭിക്കാൻ വേണ്ടിയാണ്. അതിൽ നമ്മൾ വന്ന് ചേരും എന്ന് പറയാണ്. നമ്മൾ ഈ 3 ഭൗതിക മോഡ്സിനെ എല്ലാം ട്രാൻസെൻഡ് ചെയ്യും. ട്രാൻസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ എബവ് നമ്മൾ പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പം കാറുകളൊക്കെ ട്രാഫിക് ലൈറ്റ്സിനെയൊക്കെ മാനിക്കണം അല്ലേ. അവർക്ക് ട്രാഫിക് ലൈറ്റ് റെഡിനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അപ്പൊ പിഴ വരും അല്ലേ. അപ്പൊ പക്ഷേ ഒരു എയർപ്ലെയിൻ ഈ ട്രാഫിക് ലൈറ്റിന്റെ മുകളിൽ കൂടി പോവുകയാണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഈ ട്രാഫിക് റൂൾസ്? ഇല്ല അല്ലെ. അതുപോലെയാണ് ഈ മെറ്റീരിയൽ മോഡ്സ്, 3 മോഡ്സ് ഉണ്ട് അല്ലെ, സത്വ രജസ് തമസ്. ഈ മെറ്റീരിയൽ മോഡ്സിനെയൊക്കെ നമുക്ക് ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല, ഈ മോഡ്സ് ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല, അതിനെയും അപ്പുറം നമ്മൾ പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫ്രൂട്ടീവ് ആക്ഷൻ, നമ്മൾ ഫ്രൂട്ടീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. നമ്മൾ ഇപ്പം നമ്മൾ ഓഫീസിൽ പോകുന്ന നമ്മൾ കാശ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് കിട്ടും എന്ന് നമ്മൾ ഫലം ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നതാണ് അല്ലേ. അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്ന, മോസ്റ്റ്ലി ഓൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഭഗവാന്
കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ സ്പെക്കുലേറ്റീവ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹാപോഹങ്ങൾ, നമ്മൾ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും, എന്നാൽ ഭഗവാന് 4 കൈ കാണും, അപ്പം 4 കാലും കാണുമായിരിക്കും, ഇങ്ങനെ ഓരോ ഊഹാപോഹങ്ങൾ. പിന്നെ ഈ ദേവന്മാരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നത്, ഇങ്ങനത്തെ സംഗതികളെല്ലാം അതിൻ്റെയൊക്കെ മോളിൽ നമ്മൾ പോകും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്ന നമ്മൾ ആ ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പിന്നെ ഓരോ ഊഹാപോഹങ്ങളൊക്കെ ചിന്തിക്കാതെ നമ്മൾ എന്താണ് സത്യം, എന്താണ് ആ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് നമ്മൾ വേദങ്ങൾ, നമ്മൾ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുക്കൽ ചോദിച്ച്, അല്ലെങ്കിൽ ശാസ്ത്രം, ഇങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ അത് അവരുടെ ഇത് കേൾക്കും, അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തന്നെത്താനെ ഓരോ ഊഹാപോഹങ്ങളൊന്നും നടത്തില്ല. പിന്നെ നമ്മൾ ദേവന്മാര്, നമ്മൾ പറഞ്ഞു അല്ലേ, ദേവന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവർ ഈ ഭൗതിക ലോകത്തുള്ളവരാണ്. ഈ സ്വർഗം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിലാണ്. അപ്പൊ ഈ എന്തിനാണ് നമ്മൾ ദേവന്മാരെ ശരിക്കും പ്രാർത്ഥിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഭൗതിക ആവശ്യത്തിനാണ് അല്ലെ? അല്ലാതെ എനിക്ക് മുക്തി വേണം ഭഗവാൻ ദേവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മുക്തി തരാൻ പറ്റില്ല. ഹിരണ്യകശിപു ബ്രഹ്മാവിന്റെ അടുക്ക ചോദിച്ചു, എന്നെ ആർക്കും കൊല്ലാൻ പറ്റാതെ ഇരിക്കണേ എന്ന്. അപ്പൊ പറഞ്ഞു, എന്നെ പോലും, ഞാൻ പോലും മരിക്കുന്നു, അപ്പൊ ഞാൻ എങ്ങനെ അങ്ങനെ ഒരു വരം തരാൻ പറ്റുന്നത്? അപ്പൊ ഈ ഭൗതിക സൃഷ്ടിയിലുള്ള എല്ലാവർക്കും മരണമുണ്ട് അല്ലെ? അപ്പൊ ഈ ദേവന്മാർക്കും മരണമുണ്ട്. അപ്പൊ നമ്മൾ ഈ ദേവന്മാരുടെ അടുക്കൽ ഈ ടെമ്പററി കാര്യങ്ങൾ ചോദിക്കാനേ പോയിട്ട് കാര്യമുള്ളൂ. എന്താന്ന് വെച്ചാൽ ഹി ഹിംസെൽഫ് ഇസ് ടെമ്പററി. അപ്പൊ അല്ലാതെ പെർമനന്റ് സംഗതി അവർക്ക് ആർക്കും തരാൻ പറ്റില്ല. അതിന് ഭഗവാന്റെ അടുത്ത് തന്നെ ചെല്ലണം. അപ്പൊ ഈ നമ്മൾ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് നിർത്തിയാൽ നമുക്ക് എന്താ ഫലം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പ്രവൃത്തി ചെയ്താൽ മാത്രമേ നമുക്ക് ദേവന്മാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുള്ളൂ അല്ലെ? അപ്പൊ വൺസ് ആ ഫ്രൂട്ടീവ് ആക്ടിവിറ്റി സ്റ്റോപ്പ്, പിന്നെ നമുക്ക് ദേവന്മാരുടെ അടുക്കൽ പോകേണ്ട കാര്യമേ ഇല്ല, അവരെ ആരാധിക്കേണ്ട കാര്യമേ വരുന്നില്ല. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി ഭഗവാനെ ആരാധിക്കും. അപ്പൊ അതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഇത് തുടങ്ങി വെക്കാം. തീർക്കാൻ പറ്റില്ല, അതും ഇതുപോലത്തെ ലോങ് ഒരു പർപ്പോട്ടാണ്. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ ശ്ലോകമാണ് ഇനി. ഈ ഫസ്റ്റ് ശ്ലോകം ചൊല്ലുന്ന പോലെ തന്നെയാണ് ഇതും ചൊല്ലുന്നത്. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുത്തതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുത്തതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. അപ്പൊ ആരിനി ചൊല്ലുന്നു? ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലിക്കൊള്ളു. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ
किं वा परैरीश्वरः सद्यो हृद्यवरुध्यदेत्र कृद्भिः ശുശ്രൂഷുഭിः തൽക്ഷണാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ലോണം ചൊല്ലി. ഇനി ഹരേ കൃഷ്ണ. ആരാണ്? ഹരേ കൃഷ്ണ. ചൊല്ലിക്കൊള്ളു. സീതാലക്ഷ്മി അല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോച്ചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതിഭി ശുശ്രൂഷുഭിത്തത്സനാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇനി ആരാണ് അടുത്തത്? ദീപ. ഹരേ കൃഷ്ണ. പറയൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര ഹൃദിഭിः ശുശ്രൂഷുഭിക്തക്ഷണാത്. ഹരിയോ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നന്നായിട്ട് ചൊല്ലി. അപ്പം കഴിയുന്നോളം നമ്മൾ വളരെ സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ശ്ലോകം നമ്മൾ പഠിച്ചു. അതിന് 2 ആഴ്ചയായി അല്ലേ ഇപ്പം. അപ്പൊ അതങ്ങ് കാണാതെ പഠിക്കാം. 2 ആഴ്ച നമുക്ക് സമയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സൺഡേ നമ്മൾ തുടങ്ങിയതാ, മൺഡേ തുടങ്ങിയതാ. ഇപ്പൊ ഈ ട്യൂസ്ഡേ വരെ നമ്മൾ എടുത്തു അല്ലേ. അപ്പം ആ 1 ആഴ്ച കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം. ഇനി ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. അപ്പൊ ഈ ശ്ലോകവും കഴിയുന്നോളം എല്ലാവരും കാണാതെ പഠിക്കാൻ നോക്കണം. ഇന്ന് ഞാൻ അത് ഇംഗ്ലീഷും മലയാളത്തിന്റെ എനിക്ക് ഫോട്ടോ എടുക്കാനേ പറ്റുന്നുള്ളൂ. അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കൺവേർട്ട് JPG ഇൻറ്റു PDF എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഉള്ള ആപ്പ് തരും. ആ ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഓരോ ഈ ഫോട്ടോ ആയിട്ട് ഞാൻ അയച്ചില്ലേ, അത് ഓരോന്നും ഇടുകയാണെങ്കിൽ അതിൻ്റെ PDF ആയിട്ട് വരും. അപ്പം ഞാൻ അത് ചെയ്ത് ഇടാമെന്ന് വെച്ചു. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ 13 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഫോട്ടോസ് അയച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ PDF കൂടി അയച്ചാൽ എല്ലാവരുടെയും മൊബൈൽ ജാമാകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആർക്കൊക്കെ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അത് കൺവേർട്ട് ചെയ്യാം. നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാം. അപ്പം അങ്ങനെ ചെയ്യൂ. ആർക്കെങ്കിലും പ്രത്യേകിച്ച് അത് ചെയ്യാൻ അറിയില്ല വേണം എന്നുണ്ടെങ്കിൽ എന്നോട് പറയൂ. അവർക്ക് മാത്രമായിട്ട് ഞാൻ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഓക്കെ. ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമത്സരാണാം സദാം. അപ്പം ഇത് പറയുന്ന ധർമ്മത്തെക്കുറിച്ച്. എന്ത് ധർമ്മം? കൈതവ ധർമ്മം. കൈതവ ധർമ്മം എന്ന് വെച്ചാല് നമ്മള് ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന ധർമ്മങ്ങൾ. നമ്മൾ റിലീജിയോസിറ്റി ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് റിലിജിയൻ എന്ന് പറയാം. അത് നമ്മൾ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ ധർമ്മങ്ങളുണ്ട് അല്ലേ. നമ്മൾ എന്തൊക്കെ യജ്ഞങ്ങളൊക്കെ ചെയ്യും അല്ലെ. ഗണപതി ഹോമം, പിന്നെ സരസ്വതി ഹോമം, അങ്ങനത്തെ ഒക്കെ ഹോമങ്ങൾ ചെയ്യും. എന്തിനാണ്? ഫലം ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഒരു വീട്ടിൽ പാല് കാച്ചി കഴിയുമ്പോൾ നമ്മൾ ഗണപതി ഹോമം ചെയ്യും, ഭഗവത് ഹോമം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന. അപ്പൊ ഇതിൽ പറയാണ് ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളും പ്രോജിത, നിങ്ങൾ കളയുക, കംപ്ലീറ്റ്ലി നിങ്ങൾ റിജക്റ്റ് ചെയ്യുക. അത്ര പരമോ നിർമത്സരാണാം സദാം. അങ്ങനെയാണ് ഈ
ഹയസ്റ്റ് ഏറ്റവും 100% നിർമ്മത്സരാണെന്ന് പറഞ്ഞാൽ അത്രയും പ്യോറായിട്ടുള്ളവര്, അത്രയും ഹൃദയം മുഴുവൻ പ്യോറായിട്ടുള്ള ഡിവോട്ടീസ്, സദാം എന്ന് പറഞ്ഞാല് ഭക്തന്മാര് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവര് എല്ലാ ധർമ്മങ്ങളും നമുക്ക് ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ devotees who are very pure in heart, അവര് വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം, അവര് എന്താ ചെയ്യുന്ന, അവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഭാഗവതം മനസ്സിലാകുന്ന ആർക്കാണ്? ഈ ഒരു ഫലവും ഇച്ഛിക്കാതെ നമ്മള് ഇത് ഭാഗവതം കേൾക്കണം. അവർക്ക് മാത്രമേ അത് ശരിക്ക് അതിൻ്റെ വാസ്തവം മനസ്സിലാകുള്ളൂ. എന്താണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആ സബ്സ്റ്റൻസ്, അതിനെക്കുറിച്ച്, ആ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവര് മാത്രമാണ്. ശിവദം താപത്രയോന്മൂലനം. എന്നിട്ട് അവർക്ക് എല്ലാ ഓസ്പിഷ്യസിനും അവർക്കുണ്ടാവും. ശിവദം എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകും. താപത്രയോന്മൂലനം, ഉന്മൂലനം ചെയ്യും, എല്ലാം അപ്രൂട്ട് ചെയ്യും. എന്തൊക്കെയാണ്? താപത്രയം, 3 തരത്തിലുള്ള മിസറീസ് മുഴുവനും അപ്രൂട്ടഡ് ആകും ഈ ഭാഗവതം കേൾക്കുമ്പോൾ. പക്ഷേ അത് കേൾക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? അവര് പറയുന്ന 100% ഹൃദയം പ്യോറായിട്ടുള്ള ഡിവോട്ടീസ് ആണ് ഇത് കേൾക്കേണ്ടത്. അവർക്ക് ഈ കൈതവ ധർമ്മം എല്ലാം റിജക്റ്റ് ചെയ്ത് അവര് 100% ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കുന്ന അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭാഗവതം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ വായിക്കണ്ട എന്നാണോ? നമ്മൾ പ്യോർ ആകണമെങ്കിൽ ഇത് വായിക്കണം, എന്നാലേ നമുക്ക് പ്യോറാകാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഭഗവാനെ റിയലായിട്ട്, ഫാക്ച്വലായിട്ട്, വാസ്തവമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് പ്യോറായിരിക്കണം. നമുക്ക് പിന്നെ വേറെ ഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള പ്രവർത്തികളെല്ലാം നമ്മൾ നിർത്തണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇതിൻ്റെ പരമാർത്ഥം മനസ്സിലാകുള്ളൂ. പക്ഷെ ആ പരമാർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇത് വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഓരോ തവണ നമ്മൾ ഇത് ശ്രവിക്കുമ്പോഴും നമ്മളുടെ ഹാർട്ട് പ്യോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ ലീലകളും ഒക്കെ കേൾക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളുടെ എല്ലാ താപത്രയങ്ങൾ, ഈ മിസറീസ് എല്ലാം മാറ്റിത്തരും. എങ്ങനെ? എല്ലാം നമ്മളെ പ്യോറാക്കും. എന്നിട്ട് എല്ലാ നമ്മളുടെ മിസറീസും നമ്മളുടെ വിഷമങ്ങൾ എല്ലാം മാറ്റിത്തരും. എങ്ങനെയാണെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ ഡാർക്ക്നെസ് ഒക്കെ പോകുന്ന പോലെ അല്ലെ? സൂര്യൻ ഉദിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ഇരുട്ടില്ല അല്ലെ? അപ്പം എങ്ങനെയാണോ സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെ ഇരുട്ടില്ലാതെയായി വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു നല്ല ഒരു സ്ട്രോങ് വിൻഡ്, ഒരു കാറ്റ് വരുമ്പോൾ ഈ ക്ലൗഡ്സ് എല്ലാം, ഈ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അതാണ്. അപ്പം മേഘങ്ങളൊക്കെ ഇല്ലാതായി പോകുന്ന, മേഘങ്ങളൊക്കെ മാറിപ്പോകുന്നത് അതുപോലെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളില് സ്വയം വന്ന് നമ്മളുടെ ഹൃദയമെല്ലാം പ്യൂരിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗവതവും ഭഗവത്ഗീതയും ഭഗവാന്റെ ലീലകളും ഒക്കെ കേൾക്കാനുള്ള അവസരം നമ്മൾ കളയേ ചെയ്യാൻ പാടില്ല. എവിടെ ഒരു അവസരം കിട്ടിയാലും നമ്മൾ അത് കേൾക്കണം. ആരാണ് അത് പറയുന്ന ആളെന്ന് നമ്മൾ നോക്കണ്ട. ആര് പറഞ്ഞാലും ഭാഗവതമാണോ പറയുന്നത് എന്താ, അത് നമ്മൾ ശ്രവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ശ്രവിക്കണം എന്നാണ് അതിൻ്റെ ഉള്ളടക്കം. എന്നാലേ നമ്മൾ ഇതുപോലെ കൈതവ ധർമ്മമൊക്കെ കളഞ്ഞ് നമ്മൾ നിർമ്മത്സരാണാം സദാമാകുള്ളൂ. 100% പ്യോർ ഇൻ ഹാർട്ടായ ഒരു ഭക്തനാകുള്ളൂ. അപ്പൊ എന്താ പറ്റുന്നത്? നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും, നമ്മളുടെ 3-fold മിസറീസ് എല്ലാം പോവുകയും ചെയ്യും. എന്താണ് ഈ 3-fold മിസറീസ്?
നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാ. എന്താ, നമ്മളുടെ തന്നെ ശരീരവും നമ്മുടെ തന്നെ മനസ്സും നമ്മൾക്ക് തരുന്ന മിസറീസ് എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങള്, ക്ലേശങ്ങള്. ഇപ്പൊ നമ്മളുടെ തന്നെ ദേഹം നമുക്ക് ക്ലേശങ്ങൾ തരും അല്ലേ, നമുക്ക് അസുഖം വരും. അപ്പൊ അതൊക്കെ നമ്മളുടെ തന്നെ ശരീരം തരുന്ന ക്ലേശങ്ങള്. നമ്മുടെ മനസ്സിന് അതിനെക്കാട്ടിലും ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമ്മൾ അത് ചിന്തിച്ച് ഇത് ചിന്തിച്ച് അയാൾ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും, എന്നോട് ദേഷ്യമായിട്ടായിരിക്കും, എന്നെ നോക്കി ചിരിക്കാത്തത് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടായിരിക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ ക്ലേശങ്ങളും നമ്മളുടെ മനസ്സും ഉണ്ടാക്കി വെക്കുന്നു അല്ലെ. അത് ഒരു തരത്തിലുള്ള ക്ലേശം. അതിന് പറയും ആധ്യാത്മിക ക്ലേശങ്ങള്, ആധ്യാത്മിക ദുഃഖം. പിന്നെ വേറൊന്ന് വേറെ ഒന്ന് ബാക്കിയുള്ളവര് നമ്മൾക്ക് തരുന്നു. അങ്ങനത്തെ കുറെ ക്ലേശങ്ങളുണ്ട്. ചിലവര് നമ്മളെ ഉപദ്രവിക്കും, ഫിസിക്കലി നമ്മളെ ഉപദ്രവിക്കും. ചിലവര് വാക്കുകൊണ്ട് നമ്മളെ ഹേർട്ട് ചെയ്യും. അങ്ങനെ അവരുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മളെ ഹേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ക്ലേശങ്ങളാണ് അതിഭൗതിക് ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. അതിഭൗതിക്. പിന്നെ ഉണ്ട്, പറയൂ. പിന്നെ ഈ അതെ, അത് മൂന്നാമത്തെ ക്ലേശം. മൂന്നാമത്തെ ക്ലേശം എന്ന് പറയുന്ന പ്രകൃതി തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ക്ലേശങ്ങള്. അതാണ് ഇപ്പം പ്ലെയിൻ ക്രാഷ് വേണമെങ്കിൽ നമുക്ക് അതായിട്ട് പറയാം. ഇപ്പോഴും ബ്ലാക്ക് ബോക്സ് എന്താന്ന് കണ്ടില്ല, അത് വല്ലവരും സബോട്ടേജ് ചെയ്താണോ നമുക്കറിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ നമ്മൾക്ക് വരുത്തി വെക്കുന്ന ക്ലേശങ്ങള്. അത് എന്താ, ഭൂകമ്പമാവാം, സുനാമി ആവാം അല്ലെ. അങ്ങനത്തെ ക്ലേശങ്ങളും നമ്മൾക്ക് വരും. അപ്പൊ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ. വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം, അതെ, വെള്ളപ്പൊക്കം, സുനാമി എല്ലാം അതിൽ പെടും. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള താപങ്ങളുണ്ട് നമുക്ക്. താപങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങള്. അപ്പൊ ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളും ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെ വേരോടെ പിഴുത് കളയും ഈ ഭാഗവതം നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ എന്നാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് അടുത്ത ഇതാണ് ഏറ്റവും നല്ലത്. ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരേരീശ്വരഃ എന്ന് പറയുന്നു. ഈ ശ്രീമദ് ഭാഗവതം മഹാമുനി രചിച്ചതാണ്. ഏതാ മഹാമുനി? വ്യാസദേവൻ അല്ലെ. അപ്പൊ വ്യാസദേവൻ കമ്പൈൽ ചെയ്തത്, രചിച്ച ഈ ഭാഗവതം, അത് ശ്രീമദ് ഭാഗവതം. ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിസുന്ദരമായത് അല്ലെ, ബ്യൂട്ടിഫുൾ. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതം, ഭാഗവത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭഗവാനെ കുറിച്ച് പറയുന്നത്, അതാണ് ഭാഗവതം. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതം മഹാമുനി രചിച്ചത് കിം വാ പരേരീശ്വരഃ എന്ന് വെച്ചാൽ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇനി വേറെ എന്ത് ഗ്രന്ഥമാണ് നമുക്ക് വേണ്ടത്? ഇനി വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. സദ്യോ ഹൃദി അവരുദ്ധ്യതേ അത്ര ഹൃദിഭിഹി ശുശ്രൂഷുഭി തക്ഷണാത് എന്ന് പറഞ്ഞാൽ, സദ്യോ എന്ന് പറഞ്ഞാൽ അറ്റ്വൺസ്, ഇമീഡിയറ്റ്ലി. ഹൃദി, ഹൃദയത്തിന്റെ അകത്ത്. അവരുദ്ധ്യതേ അത്ര എന്ന് പറഞ്ഞാല് അത് നമ്മളുടെ മനസ്സില് ഭഗവാൻ വരും. ഈ ഭഗവാൻ നമ്മളുടെ മനസ്സില്, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളും. എപ്പോഴ്? ഇമീഡിയറ്റ്ലി. എപ്പോഴാണ്? ഹൃദിഭിഹി ശുശ്രൂഷുഭിസ് തക്ഷണാത്. ഇങ്ങനെ ഒരു കൾച്ചർ നമ്മൾ എടുത്താല്, നമ്മൾ ഇങ്ങനെ ഒരു ഭാഗവതം കേൾക്കുന്ന ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്നാലാണ് ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ വരുന്നത്. വിത്തൗട്ട് ഡിലേ. തക്ഷണാത്. സദ്യോ എന്നും പറയുന്നുണ്ട്, തക്ഷണാത്ത് എന്നും പറയുന്നുണ്ട്. അപ്പം അത് ഡബിൾ എംഫസിസ് കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളുടെ ഉള്ളില് പെട്ടെന്ന് തന്നെ ഒരു താമസവും കൂടാതെ നമ്മുടെ മനസ്സിൽ വന്ന് കുടികൊള്ളും. പക്ഷെ എന്ത് ചെയ്യണം നമ്മള് ആ കൾച്ചർ, അത് കേൾക്കാനുള്ള, ആ ശ്രവണം
ത്തിനുള്ള ആ കൾച്ചർ, എന്ത് കൾച്ചറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? നമ്മൾ അറ്റൻറ്റീവായിട്ട് കേൾക്കണം, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് സബ്മിസീവായിട്ട് കേൾക്കണം. അല്ലാതെ ഈ ഭാഗവതത്തിൽ എന്ത് തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കാനല്ല. ഇതിൽ എന്താ ഇതിൻ്റെ അകത്ത് പറയുന്നു കൃഷ്ണനാണ് എല്ലാത്തിനും. നമുക്കറിയാലോ, നമ്മൾ മഹാഭാരതം സീരിയൽ കണ്ടതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ വിഷ്ണു ആണെന്ന്. അപ്പം ഈ ഭാഗവതമൊക്കെ എന്താ തെറ്റെഴുതി വെച്ചിരിക്കുകയാണ് എന്ന് ഉള്ള ഒരു മെന്റാലിറ്റിയിലല്ല നമ്മൾ കേൾക്കേണ്ടത് ഭാഗവതം. സബ്മിസീവ് എന്ന് പറഞ്ഞാൽ നമ്മള് വിനയത്തോടെ നമ്മൾ അത് കേൾക്കണം. അല്ലാതെ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയായിരിക്കില്ല. നമ്മൾ ഓക്കെ നമുക്ക് എന്ത് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ഭാവത്തിൽ വേണം, മനോഭാവത്തിൽ വേണം നമ്മൾ ഇതിൽ ശ്രവിക്കാൻ. എന്നിട്ട് അറ്റൻഷനോടെ വേണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഭാഗവതം കേൾക്കുന്ന സമയത്ത് ബാക്കിയെല്ലാം മാറ്റിവെച്ച് ആ ഭാഗവതത്തിന് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ക്രമേണ ഇവിടെ as soon as possible എന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഈ 100% പ്യുവർ ഡിവോട്ടീസിന്റെ കഥയാണ് അല്ലെ. അത് പെട്ടെന്ന് നമ്മൾക്ക് കിട്ടും, നമ്മൾക്കും ആ സ്റ്റേജിലെത്തും. നമ്മൾ എത്ര ശുദ്ധമായിട്ട്, എത്ര അറ്റൻഷനോടെ, എത്ര സബ്മിസീവ് മൂഡോടെ നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ചിരിക്കും ഈ അറ്റ്വൻസും വിത്തൗട്ട് ഡിലേയും ഒക്കെ. അപ്പൊ ആ 100% നമ്മൾ ഇട്ടാല് 100% നമ്മൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെയും വളരെ സബ്മിസീവായിട്ടും നമ്മൾ ഭാഗവതം ശ്രവിക്കുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെ ആ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളും എന്നാണ് ഈ ഇതിൽ പറയുന്നത്. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തരാം അടുത്ത ക്ലാസ്സിൽ. ഈ പർപ്പോട്ടും നമുക്ക് വായിക്കാം. ഇപ്പൊ നമുക്ക് ചാൻറ്റ് ചെയ്യാം അല്ലെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ഫസ്റ്റ് ശ്ലോകത്തിലും ഈ ശ്ലോകം ഇപ്പൊ വരെ എടുത്തതിലും? എന്താ വെച്ചാൽ ഇനി നമ്മൾ ഫസ്റ്റ് ശ്ലോകത്തിലോട്ട് പോകുന്നേ ഇല്ല. നമ്മൾ 3 ക്ലാസ് അതിനു വേണ്ടി ചെയ്തു. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കൃഷ്ണ മാതാജി, പ്രകൃതി തരുന്ന ക്ലേശം നമുക്കത് ആദ്യ ദൈവിക. കുറച്ചും കൂടി ഉറക്കെ പറയോ മാതാജി, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ മാതാജി. പറയൂ മാതാജി. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം. അതിദൈവികം, അതെ, ഞാൻ ആ വേർഡ് പറഞ്ഞില്ല. ആധ്യാത്മികം, പിന്നെ അതിഭൗതികം, പിന്നെ അതിദൈവികം. പ്രകൃതി തരുന്ന ക്ലേശങ്ങൾ മാതാജി ആദി ദൈവികം. അതെ, പ്രകൃതി തരുന്ന, ദേവന്മാര് തരുന്ന, അതാണ് ദൈവികം എന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ മാതാജി. പറയൂ മാതാജി. ആ ശ്ലോകം 1 ശ്ലോകം 1 ജന്മാദ്യസ്യ, അത് ബ്രീഫായിട്ട് അതിന്റെ ആ ശ്ലോകത്തിന്റെ കണ്ടന്റ് മാത്രം ഒന്ന് പറയാമോ? ബ്രീഫായിട്ടൊന്ന് പറയാമോ? ഒത്തിരി എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ആ ശ്ലോക എസ് എന്താ പറയുന്നത് മാത്രം ഒന്ന് പറയാമോ? ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ അത് എടുത്തിട്ട് പറയാം. ഇപ്പൊ ഇതിൽ പറയുന്നത് ആദ്യം ഭഗവാൻ ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം വ്യാസദേവൻ ഭഗവാന് ഭഗവാനെ നമിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലും പറയുന്നുണ്ട് ധീമഹി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയെ തൊഴുന്നു എന്ന് പറയുകയാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്ന്. ഞാൻ അങ്ങയെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ആരെയാണ്? ഭഗവാനെ. ഭഗവാൻ ആരാണ്? അത് വിത്തൗട്ട് ഡൗട്ട് നമ്മൾക്ക് പറയുകയാണ് വാസുദേവനാണ് ആ ഭഗവാൻ. വാസുദേവൻ ആരാണ്? വസുദേവരുടെയും ദേവകിയുടെയും മകനായ വാസുദേവൻ, കൃഷ്ണൻ. ആ ഭഗവാനെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പൊ എന്നിട്ട് പറയുന്നു ജന്മ ആദി അസ്യ യതോ, ജന്മം തൊട്ട്, ജന്മം മുതൽ അവസാനം വരെ ഉള്ളതെല്ലാം സൃഷ്ടിച്ചത് ആ ഭഗവാനാണ്. അപ്പൊ അതിന് വേണേ നമുക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം നടത്തുന്ന ഭഗവാനാണ്. അല്ല നമ്മൾ മനുഷ്യരുടെയും നമ്മൾ ലിവിങ് ബീയിങ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജന്മം, അവർക്ക് ജനനമുണ്ട്, അവര് വളരുന്നുണ്ട്, പിന്നെ അവർ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കും,
പിന്നെ അവര് ഉത്പാദിക്കും, അല്ലെ, കുട്ടികളെ ഉണ്ടാക്കും, പിന്നെ അവര് ക്ഷയിക്കാൻ തുടങ്ങും, പിന്നെ അവർക്ക് മരണമുണ്ട്. അങ്ങനെ 6 സ്റ്റേജസിൽ കൂടിയാണ് ലിവിങ് ബീയിങ്സ് പോകുന്നത്. അപ്പൊ ഈ ലിവിങ് ബീയിങ്സിന്റെ ആദ്യം തൊട്ട്, ജന്മം തൊട്ട് അവരുടെ മരണം വരെയും എല്ലാം ആ സ്റ്റേജസ് ഒക്കെ ഉണ്ടാക്കുന്നതും, ആ സ്റ്റേജസ് വരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ടൈം ഫാക്ടർ ഉണ്ട്, അല്ലെ, ഒരു കാലം കൊണ്ടാണ് ഈ പ്രക്രിയ നടക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയയും ഈ കാലവും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നാ പറയുന്നത്. ഇത് കറസ്പോണ്ട്സ് ടു നമ്മളുടെ 10.8 പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ എന്ന്, അല്ലെ, ഞാനാണ് എല്ലാത്തിൻ്റെയും സോഴ്സ്. അപ്പൊ ഇതും പറയുന്നത് ഭഗവാൻ, ആ വാസുദേവനായ കൃഷ്ണനാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി എന്ന് പറയുന്നു. പിന്നെ അൻവയാദ് ഇത്തരത്ത് ചാർത്തേഷു അഭിജ്ഞസ്വര. ഈ ശ്ലോകം ഭഗവാന്റെ ക്വാളിറ്റീസിനെ പറയാണ്, ഭഗവാന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഭഗവാന്റെ ഗുണങ്ങൾ എന്ന് പറയാണ്. അപ്പൊ ആദ്യം പറയുന്നു എല്ലാം സൃഷ്ടിച്ചത് ഭഗവാനാണ്. എന്നിട്ട് പറയുന്നു അഭിജ്ഞസ്വരാൻ, ഭഗവാൻ അഭിജ്ഞനാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നുണ്ട് ഭഗവാൻ. എങ്ങനെയാണ് അറിയുന്നത്? അൻവയാദ്. അൻവയാദ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി അറിയുന്നുണ്ട്. പരമാത്മാ രൂപേണ എല്ലാം നടക്കുന്നത് ഭഗവാൻ ഡയറക്ട്ലി അറിയുന്നുണ്ട്. പിന്നെ ഈ തരത്ത് എന്ന് പറഞ്ഞാല് ബാക്കി ഇൻഡയറക്റ്റ് ആയിട്ടും അറിയുന്നുണ്ട്. എന്നുവെച്ചാൽ ദേവന്മാരാണ് ഈ പ്രകൃതിയില്, ഈ ഭൗതിക ലോകത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ. അപ്പം ഈ ദേവന്മാരാണ് ചെയ്യുന്നതെങ്കിലും ഭഗവാനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവര് ചെയ്യുന്ന എല്ലാം ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ദേവന്മാര് പറഞ്ഞും അറിയുന്നുണ്ട്, ഭഗവാൻ ഡയറക്ട്ലിയും അറിയുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ സംഗതികളും. അതാണ് അൻവയാദ് ഇത്തരസ് ചാർത്തേഷു അഭിജ്ഞ എന്ന് വരെയും വരുന്നത്. പിന്നെ സ്വരാട്, ചാർത്തേഷു, അർത്ഥേഷു എന്ന് പറഞ്ഞാല് എല്ലാത്തിൻ്റെയും കാരണം എന്നാണ്. അർത്ഥേഷു എല്ലാത്തിൻ്റെയും അർത്ഥം ഭഗവാനാണ്. എന്നിട്ട് അഭിജ്ഞയാണ്, എല്ലാം അറിയുന്നുമുണ്ട്, സ്വരാടുമാണ്. സ്വരാട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്, ആരുടെയും കീഴിലല്ല ഭഗവാൻ. ഭഗവാന് സ്വതന്ത്രമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് ഈ ഭൂമിയെ ഇല്ലാതാക്കണം എന്ന് വെച്ചാൽ ഭഗവാന് നടക്കും. അപ്പൊ എല്ലാം ഭഗവാന്റെ ഈക്വലായിട്ടും എബവായിട്ടും ആരുമില്ല, സ്വതന്ത്രനാണ് എന്ന് പറയാ. എന്നിട്ട് അടുത്ത ലൈനിൽ പറയുന്നു തേനേ ബ്രഹ്മ ഹൃദ ആദി കവയെ മുഹ്യന്തി യത് സൂരയ എന്ന്. ബ്രഹ്മ എന്നിവിടെ പറയുന്നത് നോളജിനെയാണ്. അപ്പം ഈ നോളജ് കൊടുത്തത് ആരാണ്? വേദങ്ങൾ, വേദിക് നോളജ്. വേദ എന്ന് പറഞ്ഞാൽ നോളജ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ നോളജ് ആ ഭഗവാന്, തേനെ എന്ന് പറഞ്ഞ ആ ഭഗവാന് ഇമ്പാർട്ട് ചെയ്തു നോളജ്. ആർക്കാണ്? ആദികവി. ആദികവി എന്ന് പറയുന്ന ആദ്യമായിട്ട് സൃഷ്ടിച്ച ആ ആള്, അതാരാണ്? ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ഈ നോളജ് പകർന്നു കൊടുത്തത് ഭഗവാനാണ് എന്നാണ് പറയുന്നത്. പിന്നെ മുഹ്യന്തി യത് സൂരയ, ഈ ഭഗവാൻ തന്നെയാണ് സൂര്യന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര്. ഈ ദേവന്മാരെ സംഭ്രമിപ്പിക്കുന്ന, വിമോഹിപ്പിക്കുന്നത്, മോഹിപ്പിക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. എന്നാ ഈ ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണോ ഇവരെയൊക്കെ ഒന്ന് കളിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾക്കത് വേണം, നമ്മൾക്ക് വിമോഹിതരാകണം എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ ഭഗവാൻ നമുക്കത് തരുന്നു. നമുക്ക് ഇതൊക്കെ മിഥ്യയാണ്, എനിക്ക് ഭഗവാനെ തന്നെ മതി എന്ന് തോന്നുമ്പോൾ ഭഗവാൻ ആ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരും, അതിനുള്ള ബുദ്ധി തരും. അങ്ങനെ അപ്പൊ എല്ലാ സൂര്യന്മാരെയും മുഹ്യന്തി എന്ന് പറഞ്ഞാല് എല്ലാവരെയും ബിവിൽഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മായയില് അകപ്പെടുത്തുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയാ. പിന്നെയോ തേജോ വാരി മൃതാം യഥാ വിനിമയോ. അപ്പൊ തേജോ എന്ന് പറഞ്ഞാല്, തേജഹ എന്ന് പറഞ്ഞാല് ഫയർ, അഗ്നി. വാരി എന്ന് പറഞ്ഞാല് വെള്ളം. മൃതാം എന്ന് പറഞ്ഞാല് ഭൂമി അല്ലെങ്കിൽ ഏർത്ത്. ഇത് എല്ലാം
എങ്ങനെയാ നമ്മള് വെള്ളത്തില് നമ്മള് ലാൻഡ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അഗ്നിയില് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ നമുക്ക് വെള്ളമുണ്ടോ എന്ന് തോന്നും അല്ലെ. അഗ്നി ഇങ്ങനെ ആളി കത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെന്ന് തോന്നും. അതുപോലെ നമ്മൾക്ക് കരയില് ലാൻഡിൽ ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അതെല്ലാം മരീചിയാണ് അല്ലെ, ഇല്യൂഷനാണ്. അത് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. അതുപോലെയാണ് ഈ ലോകവും. ഇല്ലാത്തത് നമ്മൾ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത് എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇല്യൂഷൻഡ് ആകുകയാണ്, നമ്മൾ ബിവിൽഡേഡ് ആകുകയാണ്. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഇരിക്കുമ്പം നമ്മൾ ഇതിൽ ഭ്രമിച്ചു പോവുകയാണ്, ഈ ഇല്യൂഷനില്. ഈ ത്രിസർഗ അമൃഷ എന്ന് പറഞ്ഞാല് ഈ മൂന്ന് വിധത്തിലുള്ള എന്താ മോഡ്സ് ഓഫ് ക്രിയേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ 3 തരത്തിലുള്ള ഇത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിന് എല്ലാം നമ്മൾക്ക് തോന്നുന്നതാണ്. അതൊക്കെ റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്നു. ഈ 3 മോഡ്സിന്റെ ഓരോ റിയാക്ഷൻ കൊണ്ടാണ് ഈ സർഗം ഉണ്ടായത്, ഈ ക്രിയേഷൻ ഉണ്ടായത് തന്നെ ഈ 3 മോഡ്സിന്റെ ഇന്ററാക്ഷൻ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാണ്. പിന്നെ ദാംന, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ 3 മോഡ്സും എല്ലാത്തിൻ്റെയും കൂടെ ഇന്ററാക്ഷൻ കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളത്തിൻ്റെയും വായു, എർത്ത്, ഇതെല്ലാം കൂടെ ഈ 5 പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ 3 മോഡ്സും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ സൃഷ്ടി അമർഷ എന്ന് പറഞ്ഞാല് അത് നമ്മൾക്ക് വാസ്തവമായി തോന്നിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വാസ്തവമായി തോന്നിക്കുന്നത്? നമ്മള് ബിവിൽഡേഡ് ആകുന്നതുകൊണ്ട്, നമ്മള് ഇതില് ഭ്രമിക്കുന്നത് കൊണ്ട്. പക്ഷേ എന്നാലോ ദാംനാസ്വേന സദാ, ദാംനാസ്വേന ആ ഭഗവാന്റെ സ്വന്തം സ്ഥലത്താണെങ്കിൽ, ഭഗവാന്റെ സ്വന്തം ധാമത്തില് എലോങ് വിത്ത് എല്ലാ പാരഫെർനീലിയ, ഭഗവാന്റെ ലോകവും അതിലുള്ള എല്ലാ സംഗതികളും എങ്ങനത്തെയാണ്? സദാ നിരസ്ത കുഹകം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇല്യൂഷൻ ഇല്ല, ഈ മായ അല്ല. അവിടെ എല്ലാ സംഗതികളും റിയലാണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രതിച്ഛായ ഉള്ളത് ഈ ലോകത്ത്. പക്ഷേ ഭഗവാന്റെ സ്ഥലത്ത്, ഭഗവാന്റെ ധാമവും അവിടെയുള്ള എല്ലാ സംഗതികളും, എല്ലാ പാരഫെർനീലിയയും അവിടെ ഇല്യൂഷൻ ഇല്ല, മായേ ഇല്ല. അതിൻ്റെ ആബ്സെൻസ് ഓഫ് മായ, നിരസ്ത കുഹകം, അവിടെ ഇല്യൂഷൻ ഇല്ല. സത്യം പരം ധീമഹി, ആ സത്യമായ, ആ പരമസത്യമായ ഭഗവാനെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഞാൻ ആ ഭഗവാനെ ധ്യാനിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്ന എന്താണ്? ഭഗവാന്റെ ക്വാളിറ്റീസ്, ഭഗവാന്റെ ധാമവും ഈ ഭൗതിക ലോകവും തമ്മിലുള്ള വ്യത്യാസവും അല്ലെ. ഭൗതിക ലോകത്തില് എല്ലാം സത്യമാണ്, എല്ലാം റിയലാണ്. പക്ഷെ ഈ ഭൗതിക ലോകത്ത് അത് എല്ലാം ഭഗവാന്റെ ആ ധാമത്തിലുള്ളതിൻ്റെ എല്ലാം ഒരു പ്രതിച്ഛായ മാത്രമാണ് ഭൗതിക ലോകത്ത്. അത് നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്, നമ്മൾ അതിൽ കണ്ടിട്ട് അട്രാക്റ്റഡ് ആകുകയാണ്. പക്ഷെ ഇതെല്ലാം വെറും ഇല്യൂഷനാണ്. എല്ലാ സത്യവും, എല്ലാ റിയൽ അബ്സല്യൂട്ട് ട്രൂത്ത് ഉള്ളത് ഭഗവാന്റെ അവിടെയാണ്. ഇത് നമ്മൾ കാണുന്നതെല്ലാം മായയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് നമ്മൾ മാത്രമല്ല, മനുഷ്യരുടെ കാര്യം എന്തിനു പറയുന്നു? സൂര്യന്മാര് പോലും, സൂര്യന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര് പോലും, അവർക്ക് നമ്മളെക്കാട്ടിലും ബുദ്ധിയൊക്കെ ഉള്ളവരാണ്. അവര് നമ്മളുടെക്കാട്ടിലും അവബോധം കൂടുതലുള്ള ആൾക്കാരാണ് ദേവന്മാര്. ആ ദേവന്മാരെ പോലും ഇതെല്ലാം ഭൗതിക ലോകത്തെ സൃഷ്ടികൾ കാണുമ്പോൾ അതിൽ ഭ്രമിച്ചു പോകുന്നു. എന്നിട്ട് ആ അബ്സല്യൂട്ട് ട്രൂത്ത് നെ നമ്മൾ മറക്കുന്നു. അല്ലെങ്കിൽ ആ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്
പരമസത്യം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന് നോളജ് കൊടുത്തു. ആദ്യത്തെ സൃഷ്ടിയായ ബ്രഹ്മാവിന് നോളജ് കൊടുത്തതും ഈ ഭഗവാനാണ്. ആ ഭഗവാന് അഭിജ്ഞനും എല്ലാം അറിയാവുന്ന ആളും സ്വരാടുമാണ്, സ്വതന്ത്രനുമാണ്. മനസ്സിലായോ മാതാജി? താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് ഹരേ യു. കൃഷ്ണ, ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ, നല്ല ക്ലാസ് ആണ് മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാമം ജപിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോഴും എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ചോദിക്കുവേ. നമുക്ക് നാമം ചോദിക്കാതിരിക്കണ്ട. എന്താ? ജയ് ശ്രീകൃഷ്ണ ചൈതന്യ. ആർക്കെങ്കിലും നാമം ജപിക്കണോ? ഇന്ന് ആര് ജപിക്കണം? ജപിക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ
ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ മാതാജി താങ്ക് യു മാതാജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഫാസ്റ്റില് പറഞ്ഞു, അപ്പൊ നമുക്ക് വേഗം തീരുകയും ചെയ്തു. ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ 12 വരെ ഞാൻ കുറെ മാല ജപിക്കും മാതാജി, കുറെ നമിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോഴ് നമ്മൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചാൻഡ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ഒരു മെത്തേഡ് എന്താണെന്നറിയാമോ? നമ്മൾ അത് ജപിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഭഗവാനോടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾക്കുള്ള എല്ലാം തന്നിരിക്കുന്ന ഭഗവാനല്ലേ. ഈശോപനിഷത്തിലെ ആദ്യത്തെ വേഴ്സിൽ തന്നെ പറയുന്ന എന്താണെന്നറിയാമോ? എല്ലാം ഭഗവാന്റേതാണ്. എല്ലാം ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാന്റെയാണ്.
പക്ഷെ നമ്മൾക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾക്ക് നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷേ നോ ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു മീ. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ നിങ്ങൾ ഇവിടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉപയോഗിച്ചോ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം എൻ്റേതാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേറൊരാളുടേത് പിടിച്ചു പറിക്കാൻ നമുക്ക് തോന്നില്ല, അല്ലേ? അവർക്കുള്ളത് അവർക്ക്, നമുക്കുള്ളത് നമ്മൾക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് വരും. അങ്ങനെ നമ്മൾക്ക് മനസ്സിലാകുകയാണ് നമ്മളുടെ കയ്യിലുള്ള എല്ലാം, ഈവൻ നമ്മളുടെ ഈ ശരീരം പോലും ഭഗവാൻ തന്നതാണ്, ഭഗവാന്റേതാണ്, ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ്. ഈ ശരീരവും ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് എന്ന്, ഈ ആത്മാവും ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കൃതജ്ഞതയെ ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾക്ക് വി വിൽ ബി ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും, കിട്ടുന്ന എല്ലാത്തിനും നമുക്ക് ഭഗവാനോട് നന്ദി തോന്നും. അങ്ങനെയുള്ള ആ ഒരു മനോഭാവത്തിൽ, അതൊരു ഭാവമാണ്, അല്ലെ? അത് നമ്മൾക്ക് ബുക്കിൽ നിന്ന് പഠിച്ചെടുക്കുന്നതോ ഒന്നുമല്ല, അത് നമുക്ക് തോന്നേണ്ട ഒരു ഭാവമാണ്. ആ ഭാവം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാൻറ്റിങ് ഒക്കെ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഷോ ഓഫ് ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറും. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ഭഗവാനോടുള്ള ആ കൃതജ്ഞത നമ്മൾ പ്രകടിപ്പിക്കുന്നതായിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ വിമുക്തരായി, നമ്മൾ മുക്തരായി കഴിഞ്ഞു, അല്ലേ? പിന്നെ ഇനി എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് ഭഗവാനാണ് എല്ലാം എന്ന് അറിയാണ് നമ്മളുടെ ആവശ്യം, അല്ലേ? ആ ഭഗവാനെ എങ്ങനെ പ്ലീസ് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ, ആ ഭഗവാനോട് നമ്മൾ നന്ദി പറയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം ഭഗവാന്, അല്ലേ? നമ്മൾ പേരൻസ് ആയിരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ അത് നന്ദി ആ കുട്ടികൾക്കുണ്ടെങ്കിൽ അതല്ലേ നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം, അല്ലേ? അതുപോലെയാണ് ഭഗവാൻ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളുടെ ആചാര്യൻ ഗുരുവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന് തരുന്നതിൽ എല്ലാത്തിനോടും നമുക്ക് ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ജന്മം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അത് വളരെ എളുപ്പം വരില്ല. നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ഭഗവാനോട് നമ്മൾ പറയും, ഭഗവാനെ എന്തിനിത് തന്നു എനിക്ക് എന്ന് നമ്മൾ ചോദിക്കും. പിന്നെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഭഗവാന്റെ അടുക്കൽ ഒരു ലോങ് ലിസ്റ്റുമായിട്ടാണ് പോകുന്നത്, അല്ലേ? നമ്മൾക്ക് ഈ ചാൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോഴും നമ്മൾ ആരതി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്ന നമ്മളുടെ ആവശ്യങ്ങളാണ്. എല്ലാം അറിഞ്ഞ് ഭഗവാൻ തരുന്നു, എല്ലാം തരുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് തരികയാണ്. എന്തിനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് തന്നെ നമുക്ക് ആസ്വദിക്കണം എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ ഓക്കെ നിങ്ങൾ ആസ്വദിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചം തന്നിട്ട് അതിൽ നമ്മൾക്ക് ആസ്വദിക്കാനുള്ള എല്ലാ വിഭവങ്ങളും തന്നിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നല്ലോണം ആസ്വദിച്ചോ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ കൃതജ്ഞതയുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് അച്ചീവ് ദ എയിം ഓഫ് ലൈഫ്. ഈ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു കൃതജ്ഞത നമുക്ക് തോന്നുമ്പം നാച്ചുറലി വി വിൽ ലവ് ഹിം, അല്ലേ? ആ കൃഷ്ണപ്രേമം താനേ നമ്മളുടെ മനസ്സിൽ വരും. നമുക്ക് ഇത്രയും എല്ലാം നമ്മൾക്ക് തന്ന ആ കൃഷ്ണനോട് നമുക്ക് അത്രയും കൃതജ്ഞതയുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലവ് ഫോളോസ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോഴെങ്കിലും വി വിൽ സ്റ്റാർട്ട് വിത്ത് ദെയർ 24 hours. നമ്മൾ ശ്വാസം വലിക്കുന്ന പോലെ നമ്മൾ എല്ലാ നിമിഷവും നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നണം. പക്ഷെ അതിലെത്താൻ വേണ്ടി നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് നമ്മൾ ഈ നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മുത്തിലും ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നമ്മൾ ഭഗവാനോട് നന്ദി പറയുക. അങ്ങനെ 108 തവണ നമ്മൾ നന്ദി പറയുമ്പം നമ്മൾക്ക് പതുക്കെ നമുക്ക് എല്ലാ നിമിഷവും നമുക്ക് ആ ഭഗവാനോട് നന്ദി തോന്നും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടോ? നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ, എല്ലാവർക്കും ഓരോ വിഷമങ്ങളുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തില് വിഷമങ്ങളുണ്ട്. അപ്പൊ നാച്ചുറലി നമുക്ക് തോന്നും ഇതിനൊക്കെ കാരണം കൃഷ്ണനല്ലേ എന്ന്. സത്യത്തിൽ കൃഷ്ണനാണോ?
നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ ഓരോ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലെ. അത് എത്രയും കുറച്ച് തരികയാണ് ഭഗവാന്. നമുക്ക് എത്ര സഹിക്കാൻ പറ്റും അത്രേ തരുന്നുള്ളൂ, അതിൻ്റെ അപ്പുറം തരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ എല്ലാ ദുഃഖങ്ങളെ നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. വി ക്യാൻ ഓവർലിവ് ഓൾ ദീസ് മിസറീസ് ഇൻ ലൈഫ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രേ തരുന്നുള്ളൂ. കുറേ ഉണ്ട് നമ്മൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് എത്ര ഈ ജന്മം നമുക്ക് സഹിക്കാൻ പറ്റുന്നു അത്രേ നമുക്ക് തരുന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ. വളരെ വളരെ നല്ല ക്ലാസ് ആണ് മാതാജി. അത്രയും ഇഷ്ടപ്പെട്ടു. അത് പ്രഭുപാദ് അത് നമ്മളുടെ ആ റിസീവിങ് കപ്പാസിറ്റി പോലെ ഇരിക്കും മാതാജി. അത് നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള സമയമായി അത് പ്രഭുപാദായിട്ടും ഭഗവാനായിട്ടും നമുക്ക് തരുന്നതാണ്. അത് ആരുടെയെങ്കിലും വഴി അത് വരും. അത് ഞാനല്ലെങ്കിൽ വേറെ ഒരാളുടെ ലെക്ചർ കേൾക്കുമ്പോൾ ഇത് തന്നെ കിട്ടും. അതിന് സമയമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എൻഡ് ചെയ്യാനേ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.